ഇനി നെക്സ്റ്റ് ടോപ്പിക്ക് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ മൾട്ടി സ്റ്റേജ് കംപ്രഷനാണ്. അപ്പോൾ നമ്മൾ സിംഗിൾ സ്റ്റേജ് കംപ്രഷൻ്റെ വിത്തൗട്ട് ക്ലിയൻസിൻ്റെ കേസിൽ വർക്ക് ഡണ്ണും അതിൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ പഠിച്ച് PV ഡയഗ്രത്തിൻ്റെ പ്രോസസ്സിലൊക്കെ ഇത് നമുക്ക് നെക്സ്റ്റ് പഠിക്കുന്നത് മൾട്ടി സ്റ്റേജ് കംപ്രഷനാണ്. അപ്പോൾ ഇതും കൂടെ കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ കംപ്രസർ എഫിഷ്യൻസിയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞത്. വോളിമെട്രി എഫിഷ്യൻസി, മെറ്റാഡയബാറ്റിക് എഫിഷ്യൻസി, എക്സ്റ്റർണൽ എഫിഷ്യൻസി, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പോൾ എപ്പോഴും ചിന്തിക്കുക നമ്മൾ എഫിഷ്യൻസി മീൻസ് ഔട്ട്പുട്ട് ബൈ ഇൻപുട്ടാണ്. ഓക്കെ, അപ്പം നമുക്ക് ഇവിടെയൊക്കെ കിട്ടുന്നതെന്ന് മീൻസ് കംപ്രസറിൽ നിന്ന് കിട്ടുന്ന ഔട്ട്പുട്ട് പവർ മീൻസ് നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് പവർ ഒരു സൈഡിൽ കൺസിഡർ ചെയ്യുക. ഇൻപുട്ട് പവർ എന്ന് വെച്ചാൽ നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത് മോട്ടോറിൻ്റെ പവറാണ് അല്ലേ. മോട്ടോറാണ് നമ്മളിവിടെ എന്ത് കൊടുക്കുന്നത്, ഇവിടെ ഇൻപുട്ട് പവറായിട്ട് നമ്മൾ കൊടുക്കും. കാരണം മോട്ടോറാണ് ഇതിനെ കറക്കുന്നത്. അറിയാം, കംപ്രസർ വർക്ക് ചെയ്യിപ്പിക്കുന്നത് മോട്ടോറാണ്. കാരണം കംപ്രസർ ഈസ് എ വർക്ക് കൺസ്യൂമിങ് യൂണിറ്റ് ആണ്. അപ്പോൾ നിങ്ങൾ ബിടെക്കിലോ അല്ലെങ്കിൽ ഡിപ്ലോമയിലൊക്കെ ലാബ് ചെയ്തിട്ടുണ്ട്. പെർഫോമൻസ് നോൺ റെസിപ്രോക്കേറ്റിംഗ് കംപ്രസർ, അതുപോലെ തന്നെ സെൻട്രിഫ്യൂഗൽ കംപ്രസറൊക്കെ ചെയ്തിട്ടുള്ളവരാണ്. അപ്പോൾ അവിടെ നമ്മൾ മോട്ടറിൻ്റെ പവറും അതുപോലെ തന്നെ കംപ്രസറിൽ നിന്ന് കിട്ടുന്ന ഔട്ട്പുട്ട് പവറും ഒക്കെ വെച്ചിട്ട് ഷാഫ്റ്റ് പവറും ഒക്കെ വെച്ചിട്ട് നമ്മൾ എന്ത് കണ്ടുപിടിച്ചിട്ടുണ്ട്, അവിടുത്തെ എഫിഷ്യൻസിയൊക്കെ കണ്ടുപിടിച്ച് ഗ്രാഫൊക്കെ പ്ലോട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ആ ഒരു പ്രാക്ടിക്കൽ ബേസ്ഡ് കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്, എഫിഷ്യൻസി ഓഫ് കംപ്രസർ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്കാണ് നമ്മൾ ഇനിയിപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വെച്ചാൽ മൾട്ടി സ്റ്റേജ് കംപ്രഷൻ ഡൺ ഇൻ മോർ ദാൻ 2 or 3 സ്റ്റേജസ്, ദാറ്റ് ഈസ് നോൺ ആസ് മൾട്ടി സ്റ്റേജ് കംപ്രഷൻ. അപ്പോൾ ഇതിൻ്റെ പർപ്പസ് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമുക്ക് ഹയർ പ്രഷർ റേഷ്യോ ഒക്കെ വേണം. അപ്പോൾ പ്രഷർ റേഷ്യോ എന്ന് വെച്ചാൽ എന്താണ്, ഡിസ്ചാർജ് പ്രഷർ ടു ദ സക്ഷൻ പ്രഷർ. അപ്പോൾ ഹയർ പ്രഷർ റേഷ്യോ എന്ന് പറയുമ്പം ആ ഒരു റേഷ്യോയുടെ ക്വാണ്ടിറ്റി കൂടുതലായിരിക്കണം. ഇപ്പോൾ 5, 8, 10 അങ്ങനെ ഹയർ പ്രഷർ റേഷ്യോസിലൊക്കെ എത്തുമ്പം നമ്മൾ പ്രഷർ റേഷ്യോ ഞാൻ നേരത്തെ പറഞ്ഞ പ്രഷർ റേഷ്യോ ബേസിക്കലി എന്താണ്, P2/P1. അപ്പോൾ P2/P1 ഏകദേശം ഒരു 2 ഒക്കെ വിചാരിക്കുമോ. നമുക്ക് ഈ 2ൻ്റെ സ്ഥാനത്ത് ഒരു 5, 6, 8 ഒക്കെ വീണുമ്പം ഹയർ പ്രഷർ റേഷ്യോ ആയി. അതായത് P2 ഭയങ്കര കൂടുതലും P1 അതിനാനുപാതികമായിട്ടുള്ളതായിരിക്കണം. അപ്പം ആ ഒരു ഹൈ പ്രഷർ റേഷ്യോ ഒക്കെ അച്ചീവ് ചെയ്യുന്ന സമയത്ത് ഈ സിംഗിൾ സ്റ്റേജ് കംപ്രസർ കുറച്ച് ഡിഫിക്കൽട്ടാണ്. കാരണം എന്ന് വെച്ചാൽ ഹയർ പ്രഷർ റേഷ്യോ ഒക്കെ ഇതുപോലെ അച്ചീവ് ചെയ്യണമെങ്കിൽ ലാർജ് സിലിണ്ടർ സൈസ് ഒക്കെ വേണം. ഓക്കെ, അപ്പോൾ ഒരു സിംഗിൾ സ്റ്റേജിലാണ് നമ്മളിത് ചെയ്യുന്നതെങ്കിൽ ഹയർ പ്രഷർ റേഷ്യോ ഒക്കെ അച്ചീവ് ചെയ്യണമെങ്കിൽ ലാർജ് സിലിണ്ടർ സൈസും മറ്റു കാര്യങ്ങളൊക്കെ ഹെവി ആയിരിക്കണം. അപ്പോൾ അങ്ങനെ ഹെവി സൈസിൽ വർക്ക് ചെയ്യുന്നെങ്കിൽ കംപ്രഷൻ സമയത്ത് ഡെവലപ്പ് ചെയ്യുന്ന ചൂടും അല്ലെങ്കിൽ ഹീറ്റും അല്ലെങ്കിൽ ടെമ്പറേച്ചറും അത്ര കൂടുതലായിരിക്കും. അങ്ങനെ ഹയസ്റ്റ് ഹീറ്റൊക്കെ അവിടെ ലിബറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് എന്തെങ്കിലും എഞ്ചിൻ്റെ പെർഫോമൻസിന് എഞ്ചിനല്ല കംപ്രസറിൻ്റെ പെർഫോമൻസിനെ എന്ത് ചെയ്യും, അത് അഫക്റ്റ് ചെയ്യും. ഓക്കെ, പിന്നെയെന്ന് വെച്ചാൽ കംപ്രഷൻ വളരെ ഫാസ്റ്റായിട്ട് നടക്കുന്നത്. അപ്പോൾ പെട്ടെന്നുള്ള ഹീറ്റ് റിലീസ് ഒന്നും കറക്റ്റ് ടൈമിൽ ഡിസ്ചാർജ് ചെയ്ത് കൂളിങ്ങിനായിട്ട് പോകാനുള്ള സഫീഷ്യൻറ്റ് ടൈം ഈ കംപ്രഷൻ പ്രോസസ് നടക്കുമ്പോൾ കിട്ടണമെന്നില്ല. അപ്പോൾ അതിൻ്റെ പെർഫോമൻസിനെ ബാധിക്കും. ഇനി പോരാത്തതിന് ഈ ഹയർ ടെമ്പറേച്ചർ അല്ലെങ്കിൽ ഹയർ ഹീറ്റ് റിജക്ഷൻ അവിടെ നടക്കുന്ന ടൈമിൽ ഈ കംപ്രഷന് നമ്മൾ ഈ കംപ്രസറിൽ യൂസ് ചെയ്തിരിക്കുന്ന ലൂബ്രിക്കേറ്റിംഗ് പർപ്പസിന് യൂസ് ചെയ്യുന്ന ലൂബ്രിക്കേറ്റിംഗ് ഓയിലൊക്കെ പെട്ടെന്ന് ഇവാപ്പറേറ്റ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ അതിൻ്റെ പെർഫോമൻസിനെ എഫിഷ്യൻസിയൊക്കെ ബാധിക്കും. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ പരിശോധിക്കുമ്പം ഈ ഹയർ പ്രഷർ റേഷ്യോ അക്വയർ ചെയ്യുന്ന കേസിൽ നമ്മൾ സിംഗിൾ സ്റ്റേജ് കംപ്രഷനായി യൂസ് ചെയ്യുന്നെങ്കിൽ അത് കുറച്ചും കൂടി പ്രാക്ടിക്കലി ഡിഫിക്കൽട്ടായിരിക്കും ചെയ്യാം. എന്നിരുന്നാലും അതിന് പെർഫോമൻസിനെ അത് ബാധിക്കും. സോ അത്തരത്തിൽ ഒരു സിറ്റുവേഷൻ ഒഴിവാക്കാനായിട്ടാണ് നമ്മൾ ഈ ഒരു ഹെവി സ്ട്രക്ചർ, ഒരു ഹെവി മാസീവ് സ്ട്രക്ചർ എന്നുള്ള ഒരു കൺസെപ്റ്റ് ഫോർ ഈ ഹൈ പ്രഷർ റേഷ്യോ ഒഴിവാക്കാനായിട്ട് നമ്മൾ ഈ സിംഗിൾ സ്റ്റേജ് കംപ്രസറിനെ എന്നുള്ളൊരു കൺസെപ്റ്റ് മാറിയിട്ട് നമ്മൾ മൾട്ടി സ്റ്റേജ് കംപ്രസറിൽ കൊണ്ടുവരും. അപ്പോൾ ഹെവി സൈസ് വേണ്ട, നോർമൽ സൈസിലുള്ള 2 or 3 സിലിണ്ടർ വെച്ചിട്ട് പടിപടിയായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, കംപ്രഷൻ അച്ചീവ് ചെയ്യുകയാണ് ഫോർ ഹയർ പ്രഷർ റേഷ്യോസ് കൊണ്ടുവരാനായിട്ട്. ദാറ്റ് ഈസ് നോൺ ആസ് മൾട്ടി സ്റ്റേജ് കംപ്രഷൻ. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു ഫണ്ടമെൻ്റൽ കാര്യം മനസ്സിലായി എന്തുകൊണ്ടാണ് നമ്മൾ മൾട്ടി സ്റ്റേജ് കംപ്രഷൻ ചെയ്യുന്നതെന്നുള്ളത്. ആക്ച്വലി ഹയർ പ്രഷർ റേഷ്യോസ് അക്വയർ ചെയ്യുന്നതിനായിട്ട് നമുക്ക് ഹെവി ലാർജ് സൈസ് കംപ്രസറൊക്കെ വേണം. അപ്പോൾ അതിൻ്റെ കുറച്ച് ഇഷ്യൂസ് അത് നമുക്ക് പരിഹരിക്കാനായിട്ടാണ് നമ്മൾ മൾട്ടി സ്റ്റേജ് കംപ്രഷൻ യൂസ് ചെയ്യുന്നത്. കംപ്രഷൻ ഇന്ന് 2 or 3 സ്റ്റേജിലായിട്ട് നമ്മൾ അച്ചീവ് ചെയ്യും. അപ്പോൾ മൾട്ടി സ്റ്റേജ് കംപ്രഷനാണ് അതിൻ്റെ ഒരു കാര്യം, അതിൻ്റെ ഒരു ബേസിക് കാര്യം നമ്മൾ പറയുന്നത്. മൾട്ടി സ്റ്റേജ് കംപ്രഷൻ്റെ ബേസിക് കൺസെപ്റ്റ് ഞാൻ ഇവിടെ വരച്ചിട്ടുണ്ട്. മൾട്ടി സ്റ്റേജ് കംപ്രഷൻ്റെ ഒരു അഡ്വാൻറ്റേജ് ഒക്കെ നമ്മൾ പറയുന്നെങ്കിൽ നമുക്ക് നെറ്റ് വർക്ക് നമുക്ക് കുറയ്ക്കാൻ പറ്റും, എഫിഷ്യൻസി വോളിമെട്രി എഫിഷ്യൻസി ഇമ്പ്രൂവ് ചെയ്യും, അങ്ങനെ പല ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻസ് കാര്യങ്ങൾ അവിടെ ഉണ്ട്. അതുകൊണ്ട് നമ്മൾ മൾട്ടി സ്റ്റേജ് കംപ്രഷൻ ഒരു പരിധി വരെ ഗുണകരമാണ്. കാരണം ഏറ്റവും പ്രത്യേകിച്ച് വെച്ചാൽ വർക്കുകൾ നമുക്ക് കുറയാൻ പറ്റും. അതെങ്ങനെയെന്നുള്ളതൊക്കെയാണ് ഞാൻ ഇതുകൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ മൾട്ടി സ്റ്റേജ് കംപ്രസർ നമ്മളിവിടെ ഞാനൊരു 2 സ്റ്റേജ് കംപ്രസർ അവിടെ വരച്ചേക്കുന്നത്. 2 സ്റ്റേജ് കംപ്രസർ വിത്ത് ഇൻ്റർ കൂളിംഗ്. എന്താണ് ഇൻ്റർ കൂളിംഗ്? ഓക്കെ, 2 സ്റ്റേജ് കംപ്രസർ വിത്ത് ഇൻ്റർ കൂളിംഗ്, അതാണ് നമ്മൾ മൾട്ടി സ്റ്റേജ് കംപ്രഷനിൽ പഠിക്കാനുള്ളത്. എന്താണ് ഈ 2 സ്റ്റേജ് കംപ്രസർ വിത്ത് ഇൻ്റർ കൂളിംഗ് എന്നതാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ കണ്ടോ ഒരു 2 സ്റ്റേജ് കംപ്രസർ വരച്ചിട്ടുണ്ട്. കണ്ടോ, ഇത് കംപ്രസർ 1, ഇത് കംപ്രസർ 2. അപ്പോൾ 2 കംപ്രസർ ഉണ്ട്. അപ്പോൾ 2 പിസ്റ്റൺ കാണും, മറ്റു കാര്യങ്ങളെല്ലാം കാണും, അതിന് പവർ സോഴ്സൊക്കെ കാണും. അതെല്ലാം പഴയ പോലെ തന്നെ നോക്കുക. ഫസ്റ്റ് കംപ്രസർ നോക്കുക, ഒന്നാമത്തെ കംപ്രസർ
ഓക്കെ, വേണം നമ്മൾ ഇത് എ ബി എന്ന് ഇടാം. ഇത് കംപ്രസർ എ, ഇത് കംപ്രസർ ബി. അപ്പോൾ എത്ര കംപ്രസർ ഉണ്ട്? 2 കംപ്രസർ ഉണ്ട്. കംപ്രസർ എയിലോട്ട് നോക്കിയേ, കംപ്രസർ എയിലോട്ട് നോക്കി. കംപ്രസർ എയിൽ ഇൻലെറ്റ് എത്ര? ഇൻലെറ്റ് 1. കംപ്രസർ എയുടെ ഔട്ട്ലെറ്റ് എത്ര? ഔട്ട്ലെറ്റ് 2. ഓക്കെ, ഇനി കംപ്രസർ ബി നോക്കിയേ. കംപ്രസർ ബിയുടെ ഇൻലെറ്റ് ഏതാ? കംപ്രസർ ബിയുടെ ഇൻലെറ്റ് 0.3 ആണ്. ഇനി കംപ്രസർ ബിയുടെ ഔട്ട്ലെറ്റ് എത്ര? കംപ്രസർ ബിയുടെ ഔട്ട്ലെറ്റ് എന്ന് വെച്ചാൽ 0.4 ആണ്. ഓക്കെ, അങ്ങനെ 2 കംപ്രസർ നമ്മൾ പ്രത്യേകം എഴുതിയിട്ടുണ്ട്. അതിന് ഇൻലെറ്റ് ഔട്ട്ലെറ്റ് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി കംപ്രസറിൻ്റെ എയുടെ പോയിന്റ് 1 നോക്കിയേ. പോയിന്റ് 1 നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇൻലെറ്റിലേക്ക്, കംപ്രസർ ഇൻലെറ്റിലേക്ക് എന്താ വരുന്നത്? ഡ്യൂറിങ് സെക്ഷനിൽ എയർ ആണ് വരുന്നത്. ഓക്കെ, ഏത് അറ്റ്മോസ്ഫിയർ ആണെങ്കിൽ ആ അവിടുത്തെ എയർ വരും. അപ്പോൾ അതിന് പ്രഷർ ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. പ്രഷർ P1, അതിന് ടെമ്പറേച്ചർ ഈസ് ടേക്കൺ ആസ് T1. P1 പ്രഷറും T1 ടെമ്പറേച്ചറുള്ള എയർ ആണ് സക്ഷൻ ഫേസിൽ അതിലേക്ക് എൻ്റർ ചെയ്യപ്പെടുക. ഓക്കെ, ആഫ്റ്റർ കംപ്രഷൻ നെക്സ്റ്റ് സ്റ്റേ ഏതാ? ഡിസ്ചാർജ് ആണ്. ഡിസ്ചാർജിൽ പുറത്തേക്ക് വരുന്ന എയറിൻ്റെ പ്രഷർ ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. ദാറ്റ് ഈസ് P2, അതിന് ടെമ്പറേച്ചർ ഈസ് T2. അപ്പോൾ കണ്ടീഷൻ എന്താ? ഈ P2 ഗ്രേറ്റർ ദാൻ P1 ആണല്ലോ. കാരണം കംപ്രഷന് ശേഷം പ്രഷർ ലിറ്റിലേക്കാളും കൂടുതലായിരിക്കും. അപ്പോൾ P2 ഗ്രേറ്റർ ദാൻ P1. ഓക്കെ, നെക്സ്റ്റ് എന്താ? ടെമ്പറേച്ചർ T2 എന്തായാലും കംപ്രഷൻ ടെമ്പറേച്ചർ റൈസ് ചെയ്തില്ലേ? അപ്പോൾ T2 എന്താ? T2 ഗ്രേറ്റർ ദാൻ T1. അത് സ്വാഭാവികമാണ്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം കംപ്രഷന് അനുപാതികമായി അതോടൊപ്പം വരുന്ന ഒരു കാര്യമാണ് എന്ത് റൈസ്? ഈ പറയുന്ന ടെമ്പറേച്ചർ റൈസ്, ടെമ്പറേച്ചറിൻ്റെ ഇൻക്രീസും. ഓക്കെ, അപ്പം P1 T1, P2 T2 എഴുതിക്കുന്നത് മനസ്സംശയമില്ലല്ലോ. അപ്പോൾ നമ്മുടെ P1 T1 ഉണ്ട്, P2 T2 ഉണ്ട്. അപ്പോൾ ഇത് രണ്ടും ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ നോക്കണേ. അപ്പം P1 T1 കൂടുതലാണ് P2 T2, അത് സംശയമൊന്നുമില്ലല്ലോ. ഇനി നമ്മൾ ആ P2 T2 ഇങ്ങോട്ട് വരും. അപ്പോൾ നമുക്ക് ഈ ടെമ്പറേച്ചർ ഒരുപാട് കൂട്ടുക എന്നുള്ളത് നമ്മുടെ റിക്വയർമെൻ്റ് അല്ല. അത് അതിന് ഇൻബോണായിട്ട് അതിൻ്റെ കൂടെ നടക്കുന്ന ഒരു പ്രക്രിയയാണ്. നമുക്ക് പ്രഷറാണ് നമുക്ക് കൂട്ടേണ്ടത്. അപ്പോൾ നമ്മൾ P2 T2 വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്തെന്ന് വെച്ചാൽ നമ്മൾ ഇൻ്റർകൂളിംഗ് ഒരു പ്രോസസ് നടത്തും. ഇൻ്റർകൂളിംഗ് എന്ന് വെച്ചാൽ ഈ നമുക്ക് ഔട്ട്ലെറ്റ് വരുന്ന എയറിൻ്റെ ടെമ്പറേച്ചർ ഒന്ന് റെഡ്യൂസ് ചെയ്യണം. ടെമ്പറേച്ചർ കൂട്ടിയിട്ടും നമുക്ക് നമ്മുടെ എയിമിൽ വരുന്നതല്ല. നമ്മുടെ ലക്ഷ്യം എന്ന് വെച്ചാൽ പ്രഷർ കൂട്ടുക എന്നുള്ളതാണ്. യാദൃശ്ചികമായതിനോടൊപ്പം തന്നെ വരുന്ന ഒരു പ്രോസസ്സാണ് കംപ്രസ് ചെയ്യുമ്പോൾ ടെമ്പറേച്ചർ കൂടുക എന്നുള്ളത്. അപ്പോൾ അത് കുറയ്ക്കാനായിട്ട് നമ്മൾ ഇതിൻ്റെ പ്രോസസ്സിനെ പറയുന്നത് ഇൻ്റർകൂളിംഗ് എന്ന് പറയും. നോക്കുക, ഇൻ്റർകൂളിംഗ് എന്താ പറയുന്നത്? ഈ ഒരു ഹീറ്റ് എക്സ്ചേഞ്ചർ ആണ്. ഹീറ്റ് എക്സ്ചേഞ്ചർ അറിയാമല്ലോ. ഒരു റീജിയനിൽ കൂടെ ഹോട്ട് വാട്ടർ ആണെങ്കിൽ പുറത്തും കൂടെ കോൾഡ് വാട്ടർ, അല്ലെങ്കിൽ അകത്ത് കോൾഡ് വാട്ടർ അതിനെ കവറപ്പ് ചെയ്ത് ഹോട്ട് വാട്ടറും, അങ്ങനെ തമ്മിൽ രണ്ട് ചൂടും തണുത്ത വെള്ളം തമ്മിലുള്ള ഹീറ്റ് എക്സ്ചേഞ്ച് അവിടെ നടക്കും. അതുവഴി എന്ത് നടക്കും? കൂളിംഗ് ആക്ഷൻ നടക്കും. അപ്പോൾ ഇതിലെ കൂടെ ഈ ട്യൂബിൽ കൂടെ പോകുന്നത് ഹോട്ട് കംപ്രസ്ഡ് എയർ ആണ്. അപ്പോൾ അതിനെ സർക്കുലേറ്റ് ചെയ്ത് രണ്ടുണ്ട്, കൂളിംഗ് വാട്ടറിൻ്റെ സപ്ലൈ ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യും? ഈ കംപ്രസ് ചെയ്ത എയറിൻ്റെ ചൂട് ആര് വലിച്ചെടുക്കും? ഈ കൂളിംഗ് വാട്ടർ സപ്ലൈ അവിടെ കാണിച്ചിട്ടുണ്ട്. അത് വലിച്ചെടുത്തിട്ട് ഹീറ്റ് അങ്ങ് കൊണ്ട് കളഞ്ഞിരിക്കും. സോ ആ പ്രോസസ്സിനെ പറഞ്ഞ പേരാണ് ഇൻ്റർകൂളിംഗ്. അതിനുള്ള ഫെസിലിറ്റിയാണ് ഇൻ്റർകൂളർ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് 2 സ്റ്റേജ് കംപ്രസർ വിത്ത് ഇൻ്റർകൂളിംഗ് എന്നുള്ള കാര്യം ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ 2 സ്റ്റേജ് കംപ്രസർ വിത്ത് ഇൻ്റർകൂളിംഗ് ഇവിടെ വരച്ചിരിക്കുന്നത്. അപ്പോൾ ഇൻ്റർകൂളർ ഫംഗ്ഷൻ മനസ്സിലായല്ലോ. കൂളിംഗ് ആക്ഷൻ ആണ്. ആക്ച്വലി ഇറ്റ് ഈസ് എ ഹീറ്റ് എക്സ്ചേഞ്ചർ ആണ്. അതൊരു ഹീറ്റ് എക്സ്ചേഞ്ചർ ആണ് ഇൻ്റർകൂളർ ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിനെന്ന് വെച്ചാൽ കൂളിംഗ് ആക്ഷൻ ആണ്. അപ്പോൾ നോക്കുക, നമ്മുടെ T2 ടെമ്പറേച്ചറുള്ള എയർ എന്താണ്? നമ്മുടെ എയർ കംപ്രസ്ഡ് എയർ ട്യൂബിൽ കൂടെ പാസ് ചെയ്ത് കൂളിംഗ് ആക്ഷൻ വിധേയമായിട്ട് ടെമ്പറേച്ചർ എന്തായിട്ട് മാറി? T3 ആയിട്ട് മാറി. ഓക്കെ, അപ്പോൾ T3 ആയിട്ട് മാറുമെന്ന് വെച്ചാൽ സ്വയമായിട്ട് എന്ത് കുറയണം? അവിടെ കൂളിംഗ് നടന്നു കഴിഞ്ഞാൽ T2ലാണ് കയറുന്നതെങ്കിലും T3 T2നെക്കാട്ടിലും കുറയണ്ടേ ആണല്ലോ. അപ്പോൾ ടെമ്പറേച്ചർ എന്ത് ചെയ്യണം? സ്വയമായിട്ടും കുറയണം. ഓക്കെ, ആയിക്കോട്ടെ. അങ്ങനെ കുറഞ്ഞ് T3 എന്ന് പറഞ്ഞ ടെമ്പറേച്ചർ അറ്റൈൻ ചെയ്ത് ഈ T3 ഈ വന്ന T1 തുല്യമാണെങ്കിൽ അതിനെ പറഞ്ഞ പേരാണ് പെർഫെക്റ്റ് ഇൻ്റർകൂളിംഗ്. ശ്രദ്ധിക്കുക, T1 ടെമ്പറേച്ചർ വന്ന് കംപ്രസ് ചെയ്ത് അതെന്തായി മാറി? T2 ആയി മാറി. ടെമ്പറേച്ചർ കുറച്ചുകൂടി കൂടി. ആ കൂടിയ ടെമ്പറേച്ചറിനെ നമ്മൾ കുളിവേട്ട വെച്ച് തണുപ്പിച്ചിട്ട് ശരിക്കും കംപ്രസറിൽ കയറി ഇനിഷ്യൽ ടെമ്പറേച്ചറാക്കി മാറ്റി കഴിഞ്ഞാൽ T3 എന്നുള്ളത് എന്തിന് തുല്യമായി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇനിഷ്യൽ ടെമ്പറേച്ചർ T1 തുല്യമായി കഴിഞ്ഞാൽ അതിനെ പറയുന്ന പേരാണ് പെർഫെക്റ്റ് ഇൻ്റർകൂളിംഗ്. അപ്പോൾ അതൊരു ബെറ്റർ അല്ലേ? അത് കൂൾ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇനിഷ്യൽ അതേ ടെമ്പറേച്ചർ അറ്റൈൻ ചെയ്ത് എന്നിട്ട് വീണ്ടും നമ്മൾ, അപ്പോൾ നമ്മുടെ ടെമ്പറേച്ചർ പഴയ പോലെ തന്നെ ആയി, പക്ഷേ പ്രഷർ എന്ത് ചെയ്തുക? കയറിയതിനെക്കാട്ടിലും കൂടി. സെക്കൻഡ് കംപ്രസർ വിട്ട് വീണ്ടും കംപ്രസ് ചെയ്ത് T3 കൂടി എന്തായി? T4 ആയി. അപ്പം ആ ടെമ്പറേച്ചർ എന്ത് ചെയ്ത്? വീണ്ടും റൈസ് ചെയ്ത്. നേരത്തെ T3 കിടന്നതാണ്, നേരത്തെ ഇനിഷ്യലി കിടന്നതാണ്. അപ്പോൾ അത് കുറച്ചും കൂടി കംപ്രസ് ചെയ്ത് എന്തായി? T4 ആയിട്ട് നേരത്തെ കുറച്ചും കൂടി കൂടി. ഓക്കെ, അപ്പം പക്ഷേ P3 എന്ത് ചെയ്ത്? P3 കുറച്ചുകൂടി എന്ത് ചെയ്ത്? കൂടി. ഓക്കെ, അങ്ങനെ നമുക്ക് 2 സ്റ്റേജ് അക്വയർ പ്രോസസ്സ് നടത്തിക്കൊണ്ട് നമ്മുടെ P3 എന്നുള്ള പ്രഷർ എന്തായിരിക്കും? ഈ P1നെക്കാട്ടിലും വളരെ വളരെ കൂടുതലായിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ പ്രഷർ ഇഷ്യൂ അവിടെ അച്ചീവ് ചെയ്യാൻ പറ്റും. ആ ഒരു പ്രോസസ്സാണ് ഞാൻ ഇപ്പോൾ പറയാൻ മനസ്സിലായാലും 2 സ്റ്റേജ് കംപ്രഷനിൽ വിത്ത് ഇൻ്റർകൂളർ വെച്ചിട്ട് ടെമ്പറേച്ചർ കുറച്ചിട്ട് പുറത്തേക്ക് ഇൻ്റർകൂളറിന് പുറത്തേക്ക് വരുന്ന കംപ്രസറിൻ്റെ ടെമ്പറേച്ചർ എന്താണെന്ന് വെച്ചാൽ ഇനിഷ്യൽ ടെമ്പറേച്ചറിന് തുല്യമായിരിക്കും. അങ്ങനെ വരുവാണെങ്കിൽ, അങ്ങനെ വരണമെന്ന് ഞാൻ പറയുന്നില്ല, അങ്ങനെ വരുവാണെങ്കിൽ ആ ഇൻ്റർകൂളിങ്ങിനെ പറഞ്ഞ പേരാണ് പെർഫെക്റ്റ് ഇൻ്റർകൂളിംഗ്.
വരുവാണെങ്കിൽ, അല്ലെങ്കിൽ പഴയതുപോലെ സാധാരണ ഇൻ്റർ കൂളിംഗ് തന്നെയാണ്, എക്സാക്റ്റ് അങ്ങനെ വന്നില്ലെങ്കിൽ. ഓക്കെ, അങ്ങനെ പുറത്തേക്ക് വന്ന് നമുക്ക് ഹയർ പ്രഷേഴ്സ് നമുക്ക് കിട്ടി. ഇനി നമ്മളതിൻ്റെ PV/TS ഡയഗ്രം നേരത്തെ TS ഡയഗ്രം വരച്ചിട്ടാണ്, ജസ്റ്റ് ഞാൻ വരച്ചിട്ടുണ്ട്. അപ്പോൾ നോക്ക്, നമ്മുടെ പഴയ കേസ് നമ്മുടെ സങ്കല്പം എന്താ? സക്ഷൻ, കംപ്രഷൻ, ഡിസ്ചാർജ്, സക്ഷൻ, കംപ്രഷൻ, ഡിസ്ചാർജ് ആണല്ലോ. ഇവിടെ നോക്ക്, ഇവിടെ സക്ഷൻ, കംപ്രഷൻ, ഡിസ്ചാർജ്. ഓക്കെ, ഫസ്റ്റ് കേസ് നോക്ക്, ഫസ്റ്റ് കേസ് ഓക്കെ വരുന്നു സക്ഷൻ. 1 to 2 എന്തുവാ? കംപ്രഷൻ. അത് ഞാൻ പ്ലോട്ട് ചെയ്യ കംപ്രഷൻ. ഡിസ്ചാർജ് കംപ്രഷൻ കഴിഞ്ഞാൽ നെക്സ്റ്റ് 1 to 2 കംപ്രഷൻ കഴിഞ്ഞാൽ 2 to 3 ആക്ച്വലി ഡിസ്ചാർജ് ഫേസ് ആണ് വരുന്നത്. എന്നാൽ കൂടി ഇവിടെ ഡിസ്ചാർജ് ഫേസിൽ എന്തിനോട് ക്ലബ് ചെയ്തേക്കുക? ദാറ്റ് ഈസ് അത് നമ്മൾ ഇൻ്റർ കൂളിങ്ങിൻ്റെ ഫെസിലിറ്റിക്ക് കൊടുത്തേക്കുക. അപ്പോൾ അതുകൊണ്ട് ഇൻ്റർ കൂളിംഗ് എന്ന് പറഞ്ഞാൽ കോൺസ്റ്റന്റ് പ്രഷറല്ല. അതുകൊണ്ട് എന്താ ഈ 1 to 2 ഡിസ്ചാർജ് എവിടം വരെ ആയി? 2 to 3 എന്നുള്ള ഡിസ്ചാർജ് ഏതിലോട്ട് മാറി? ഇൻ്റർ കൂളിങ്ങിലോട്ട് നേരെ മാറി. അതായത് ഇൻ്റർ കൂളിംഗ് ആണ് അവിടെ പ്രോസസ്സായിട്ട് നമ്മൾ എടുത്തേക്കുന്നത്. അപ്പോൾ കോൺസ്റ്റന്റ് പ്രഷർ ഇൻ്റർ കൂളിംഗ് ആകുമ്പോൾ എന്ത് ചെയ്യും? കൂൾ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? പ്രഷർ എന്താ അവിടെ നമ്മൾ എടുത്തേക്കുന്നത്? കോൺസ്റ്റന്റ് പ്രഷറാണ് കൂളിംഗ് നടക്കുക. അപ്പോൾ 2 to 3 കോൺസ്റ്റന്റ് പ്രഷർ ആയിട്ട് സ്ട്രെയിറ്റ് ലൈൻ വന്ന് കൂൾ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? വോളിയം കുറയും. അപ്പോൾ വോളിയം കുറയണമെങ്കിൽ ആരോ ഇങ്ങോട്ട് വരണ്ടേ? അതുകൊണ്ടാണ് ആരോ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ 2 to 3 വെച്ചാൽ പെർഫെക്റ്റ് ഇൻ്റർ കൂളിംഗ് ആയി പെർഫെക്റ്റ് ആണെങ്കിൽ T1 = T3. ഓക്കെ, അതെന്തോ ആയിക്കോട്ടെ. അപ്പോൾ കൂൾ ചെയ്ത് 2 to 3 ആയപ്പോൾ എന്താ ഇൻ്റർ കൂളിംഗ് നടന്ന്. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്തുവാ? സെക്കൻഡ് സ്റ്റേജ് കംപ്രഷൻ. ഏതിലൂടെ? ത്രൂ കംപ്രസർ B. അപ്പോൾ 3 to 4 എന്ന് വെച്ചാൽ എന്താ? നെക്സ്റ്റ് കംപ്രസർ. അപ്പോൾ ഇതെന്ന് വെച്ചാൽ എക്കുള്ള കംപ്രഷൻ്റെ ആണ് ഫസ്റ്റ്. ഓക്കെ, ബിക്കുള്ളതാണ് എഴുതിയേക്കുന്നുണ്ടോ? 3 to 4 കണ്ടോ? ആരോ പോയിക്കുന്നുണ്ടോ? അതാണ്ട് 3 to 4 കഴിഞ്ഞ് കണ്ടോ? അപ്പോൾ സെക്കൻഡ് സ്റ്റേജ് കംപ്രസർ അത് കഴിഞ്ഞ് 3 4 പിന്നെ 4 to ബാക്കി എന്തുവാ? ഡിസ്ചാർജ്. ഓക്കെ, അത് കഴിഞ്ഞ് ഇൻ്റർ കൂളിംഗ് ഒന്നുമില്ല. ഒരൊറ്റ ഇൻ്റർ കൂളർ 2 കംപ്രസറേ ഉള്ളൂ. അതായത് 2 സ്റ്റേജ് കംപ്രസർ വിത്ത് ഇൻ്റർ കൂളിംഗ്. അപ്പോൾ അതാണ് ഇവിടെ ഞാൻ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നോക്കുക, 1 to 2 ഫസ്റ്റ് സ്റ്റേജ് കംപ്രഷൻ, 2 to 3 ഇൻ്റർ കൂളിംഗ്, 3 to 4 സെക്കൻഡ് സ്റ്റേജ് കംപ്രഷൻ, ദെൻ ഡിസ്ചാർജ്. ഓക്കെ, അപ്പം ശ്രദ്ധിക്കുക, അവിടെ ഇൻ്റർ കൂളിംഗ് വന്നത് കൊണ്ടാണ് ഇവിടെ ഒരു സ്റ്റെപ്പായിട്ടുള്ള ഒരു വേരിയേഷൻ ഗ്രാഫിന് വന്നത്. ആക്ച്വലി അവിടെ ആ ഇൻ്റർ കൂളർ അവിടെ ഇല്ലായിരുന്നെങ്കിൽ ഇത്രയും പോർഷനല്ല അവിടെ വരത്തോളായിരുന്നു. അതായത് നമ്മുടെ പഴയ പോലത്തെ ഗ്രാഫ് അവിടെ വരുമായിരുന്നു. അപ്പോൾ ഇൻ്റർ കൂളർ ഇല്ലായിരുന്നെങ്കിൽ നമ്മുടെ ഗ്രാഫ് വരേണ്ടിയിരുന്നതാണ് ഈ ഡോട്ടർ പോർഷനിലല്ലേ? ഇതാണ്ട് ഇതേപോലെ അല്ലേ വരേണ്ടിയിരുന്നത്? ഇൻ്റർ കൂളർ വന്നുകൊണ്ട് എന്തായി? ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ വരേണ്ട അവസ്ഥ വന്നു. അപ്പോൾ ഇത്രയും ഭാഗത്ത് ഒരു കുറവ് വന്നു അല്ലേ? അല്ലേ? ഇൻ്റർ കൂളർ വെച്ചതുകൊണ്ട് ഈ ഗ്രാഫിന് ഇത്രയും മൂലഭാഗം അങ്ങ് നഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ അതങ്ങ് പോയി കിട്ടി. അപ്പോൾ അത്രയും വർക്ക് കുറഞ്ഞ് കിട്ടിയില്ലേ? അപ്പോൾ വർക്ക് സേവ് ചെയ്തില്ലേ? വർക്ക് റിഡ്യൂസ് ചെയ്തില്ലേ? ഗ്രാഫ് നോക്കിയാൽ മനസ്സിലാവും. ഇത്രയും ഭാഗം ആക്ച്വലി ഇൻ്റർ കൂളർ വെക്കുമ്പം അവിടെ ഇല്ല. അപ്പോൾ എന്താ സംഭവിച്ചത്? അത്രയും ഭാഗം ഒഴിവായി. അത്രയും ഭാഗം ഒഴിവായപ്പോൾ ഏരിയ ഓഫ് ദ കർവ് കുറഞ്ഞു. ഏരിയ ഓഫ് ദ കർവ് കുറഞ്ഞപ്പോൾ വർക്ക് എന്ത് ചെയ്ത്? കുറഞ്ഞു. അപ്പോൾ വർക്ക് ഈസ് റെഡ്യൂസ്ഡ്. അതാണ് ഇനി ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. അതിനോടനുബന്ധിച്ച് തന്നെ വോളിയം കൂടുന്ന അങ്ങനെ മറ്റ് പല കാര്യങ്ങളും അതോടൊപ്പം വരുന്നുണ്ട്. സംശയമുണ്ടോ? ജസ്റ്റ് ആ ഗ്രാഫ് ഒന്ന് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാവും ഇൻ്റർ കൂളിങ്ങിൻ്റെ പർപ്പസ് എന്താണെന്നുള്ളത്. അപ്പോൾ പ്രോസസ്സ് നമ്മൾ ഗ്രാഫിക്കലി പ്ലോട്ട് ചെയ്ത് വെച്ചേക്കുവാണ് ഇവിടെ. 1 to 2, 2 to 3, 3 to 4 എന്നുള്ള ആ ഒരു ഇൻ്റർ കൂളിംഗ് പ്രോസസ്സ് നമ്മൾ ഗ്രാഫിൽ കാണിച്ചിട്ടുണ്ട്. അപ്പം വിത്തൗട്ട് ഇൻ്റർ കൂളിങ്ങും വിത്ത് ഇൻ്റർ കൂളിംഗ് ഉള്ള ഒരു വേരിയേഷൻ എന്താണെന്ന് വെച്ചാൽ ഒരു ഗ്രാഫിൻ്റെ ഒരു മൂലഭാഗം നമുക്ക് ലാഭിക്കാം. അതുവഴി വർക്ക് കുറഞ്ഞ് കിട്ടും. നമുക്ക് എന്താണ്? വർക്ക് റിഡ്യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അത് നമ്മൾ TS കാര്യത്തിൽ കണ്ടോ? 1 to 2 കൊണ്ടാണ് കംപ്രഷൻ. പോളിട്രോപിക്ക് എന്തോ കംപ്രഷൻ ആയിക്കോട്ടെ. TS കാര്യത്തിൽ അത് എന്ത് വരും? ഐസോട്രോപിക് ആണെങ്കിൽ TS കാര്യത്തിൽ വെർട്ടിക്കലി വന്നാലേ. ഇപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന കംപ്രസർ ഓക്കെ ബേസിക്കലി ഐസോതെർമൽ കംപ്രഷനോ ആയിക്കോട്ടെ, ഐസോതെർമൽ കംപ്രഷൻ എന്തോ ആയിക്കോട്ടെ. അപ്പോൾ അത് TS കാര്യത്തിൽ വരുമ്പോൾ ഇങ്ങനെ വരും. പിന്നെ 2 to 3 എന്തോ കോൺസ്റ്റന്റ് പ്രഷർ ലൈൻ TS കാര്യത്തിൽ ഇങ്ങനെ വരുന്നത്. ഓക്കെ, അപ്പോൾ TS കാര്യത്തിൽ ഒരു കണ്ടീഷൻ എന്ന് വെച്ചാൽ TS കാര്യത്തിൽ ഈ നിങ്ങൾ PV കാര്യത്തിൽ എല്ലാവർക്കും വരച്ച് പരിചയമുണ്ട്, കോൺസ്റ്റന്റ് പ്രഷറും കോൺസ്റ്റന്റ് വോളിയം ഒക്കെ. പക്ഷേ TS കാര്യത്തിൽ ഏറെക്കുറെ മിക്കവർക്കും അറിയണമെന്നില്ല ഈ കോൺസ്റ്റന്റ് പ്രഷറും കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ലൈൻസും ഒക്കെ പ്ലോട്ട് ചെയ്യുന്നത്. അപ്പോൾ അത് വരയ്ക്കുന്ന കണ്ടീഷൻ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആ ഐസോട്രോപിക്കിലും TDയിലൊക്കെ പഠിക്കുന്നതാണ്. അപ്പോൾ കോൺസ്റ്റന്റ് പ്രഷറിൽ അല്ലെങ്കിൽ TS കാര്യത്തിൽ ഐസോതെർമൽ അല്ലെങ്കിൽ പോളിട്രോപിക്കിൻ്റെ പ്രോസസ്സിൻ്റെ 1 to 2 പോളിട്രോപിക് കംപ്രഷനാണ്. അതിൻ്റെ ലൈൻ ഇങ്ങനെ കർവ് ഷേപ്പ് വരും. 2 to 3 എന്ന് വെച്ചാൽ കോൺസ്റ്റന്റ് പ്രഷറാണ്. അതിങ്ങനെ ഒരു കർവ്ഡ് ചെറിയൊരു സ്ലോപ്പിൽ വരും. അപ്പോൾ നോക്കുക, 1 to 2 കംപ്രഷൻ, 2 to 3 ഇൻ്റർ കൂളിങ്. അപ്പോൾ നോക്കുക, 2 to 3 അത്തിപ്പോൾ എന്തുവാ? 3 എന്ന പോയിന്റ് 2 1 ഒരേ ലെവലല്ലേ? അപ്പോൾ T1 എന്തായിട്ട് എഴുതാം? T1 = T3. അങ്ങനെ വരണമെങ്കിൽ കൂളിംഗ് എന്തോ ആയിരിക്കണം? ഇൻ്റർ കൂളിംഗ്. വെറും ഇൻ്റർ കൂളിംഗ് അല്ല, എന്താണ്? പെർഫെക്റ്റ് ഇൻ്റർ കൂളിംഗ്. ഇങ്ങോട്ട് നോക്കുക, ഈ T1 = T3 ഗ്രാഫിലോട്ട് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും എന്താണ്? T1 ഉം 3 ഒരേ ലെവലിലാണ്. അങ്ങനെ എപ്പോഴും ആവണമെന്നില്ല. അങ്ങനെ 1 ഉം 3 ഒരേ ലെവലിലാണെങ്കിൽ അതിനെ എന്തോ പറയാം? പെർഫെക്റ്റ് ഇൻ്റർ കൂളിംഗ് എന്ന് പറയാം. അതിനായിട്ട് 3 to 4 നോക്കുക. 3 to 4 സെക്കൻഡ് സ്റ്റേജ് കംപ്രഷൻ അതിവിടെ എഴുതി. ഓക്കെ, അതിപ്പോൾ മേളിൽ കൂടിയോ കുറഞ്ഞോ എങ്ങനെ വേണേലും വരാം. അപ്പോൾ അത് ജസ്റ്റ് TS കാര്യത്തിലുണ്ട്. ഇത് വലിയ ഇമ്പോർട്ടൻസ് കൺസിഡർ ചെയ്യണമെന്നില്ല. നമുക്കൊരു വർക്ക് റിഡക്ഷൻ്റെ സേവിങ്സിന് ഈ ഒരു കാര്യം മാത്രം മനസ്സിൽ വെച്ചിരുന്നാൽ
മതി. ഓക്കെ, അപ്പോൾ പെർഫെക്റ്റ് ഇൻ്റർകൂളിങ്ങിൻ്റെ കാര്യം മനസ്സിലായോ? സോ വർക്ക് ഡൺ ഈസ് റിഡ്യൂസ്ഡ്, വോളിയം ഇൻക്രീസ്ഡ്, അങ്ങനെ പല പല കാര്യങ്ങളുണ്ട്. പിന്നെ നമ്മൾ മൾട്ടി കംപ്രഷൻ ബേസിക് പർപ്പസ് എന്ന് വെച്ചാൽ ലാർജ് സിംഗിൾ സിലിണ്ടർ സൈസ് കുറയ്ക്കാൻ പറ്റും. അഥവാ ലൂബ്രിക്കേഷൻ ഓയിലും മറ്റിൻ്റെ ഇവാപ്പറേഷനും ഡ്യൂ ടു ഓവർ ഹീറ്റിംഗ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒഴിവാക്കാൻ പറ്റും. അതാണ് ബേസിക്കലി മൾട്ടി സ്റ്റേജ് കംപ്രഷൻ്റെ ബേസിക് പർപ്പസ്. കംപ്രഷൻ ഇൻ 2 or more സ്റ്റേജ് ടു അക്വയർ ഹയർ പ്രഷർ റേഷ്യോ. ഈ മൾട്ടി സ്റ്റേജ് കംപ്രഷൻ പ്രത്യേകത വെച്ചാൽ ഈ P2 ആണ് എന്താണ് ഇവിടുത്തെ ഇൻ്റർമീഡിയറ്റ് പ്രഷർ. ഓക്കെ, അപ്പോൾ അതിന് റിലേഷൻ ഉണ്ട്. P2 is equal to √P1 into P3. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇൻ്റർമീഡിയറ്റ് പ്രഷർ P2 ഈസ് ദ എന്താ ജോമെട്രിക് മീൻ ഓഫ് ഇൻലെറ്റ് ആൻഡ് ഡിസ്ചാർജ് പ്രഷർ അറ്റ് ദ 2 പോർഷൻസ് ഓഫ് ദ കംപ്രസർ. അരിത്തമെറ്റിക് മീൻ ആണോ? അല്ല, ജോമെട്രിക് മീൻ. P2 is equal to √P1 into P3. P1 എന്ന് വെച്ചാൽ കയറുന്ന പ്രഷറും P3 എന്ന് വെച്ചാൽ ഏറ്റവും പുറത്തേക്കുന്ന പ്രഷറും. വളരെ വളരെ ഇമ്പോർട്ടൻറ്റ് റിലേഷൻ. ഡെറിവേഷൻ ഒക്കെ ബിടെക് പഠിക്കാനുള്ള ഇൻ്റർമീഡിയറ്റ് പ്രഷർ P2ൻ്റെ റിലേഷൻ. P2 is equal to √P1 into P3. ഇത്രയാണ് മൾട്ടി സ്റ്റേജ് കംപ്രഷൻ്റെ ബേസിക്. നമ്മുടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂ മനസ്സിലാക്കേണ്ട ബേസിക് ഫാക്ട്സ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളൊന്ന് പഠിച്ച് വെച്ചേക്കുക. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് എന്ന് വെച്ചാൽ എഫിഷ്യൻസീസ് ഓഫ് വോളിയമെട്രി അല്ല പല നമ്മുടെ എഫിഷ്യൻസീസ് ഓഫ് കംപ്രസർ. അതും കൂടെ ആകുമ്പോൾ നമ്മുടെ റെസിപ്രോക്കറ്റിംഗ് കംപ്രസർ കഴിയും. പിന്നെ നമുക്ക് നെക്സ്റ്റ് ഉള്ളതെന്ന് വെച്ചാൽ റോട്ടറി കംപ്രസർ. അത് കുറച്ച് കംപ്രസറിന് തിയറി പോർഷനാണ്. അതിന് വലിയ ഡെപ്ത് ആയിട്ടുള്ള ഗ്രാഫുകളും കാര്യങ്ങളൊന്നും പഠിക്കാനില്ല. നമ്മുടെ ബീറ്റ സർവീസിലും അങ്ങനെ തന്നെയാണ്. റെസിപ്രോക്കറ്റിംഗ് കംപ്രസറിലാണ് കൂടുതൽ ഒരു തിയറിറ്റിക്കലി ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കാനായിട്ട് ഉള്ളത്. സോ ഇനി നമുക്ക് നെക്സ്റ്റ് ടോപ്പിക് എന്ന് വെച്ചാൽ എന്താണ്? എഫിഷ്യൻസീസ് ഓഫ് കംപ്രസർ. അപ്പോൾ നമുക്കിനി അത് ഡിസ്കസ് ചെയ്യാം എന്താണെന്നുള്ളത്. നെക്സ്റ്റ് നമുക്കുള്ളതെന്ന് വെച്ചാൽ നമ്മൾ ലാസ്റ്റ് മൾട്ടി സ്റ്റേജ് കംപ്രഷൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് സിംഗിൾ സ്റ്റേജ് കംപ്രഷനും മൾട്ടി സ്റ്റേജ് കംപ്രഷനുള്ള വേരിയേഷൻസ് ആ പ്രഷർ റേഷ്യോ അക്വയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ മൾട്ടി സ്റ്റേജ് കംപ്രഷൻ കോമൺലി ചെയ്യുന്നത്. അപ്പോൾ ഈ മൾട്ടി സ്റ്റേജ് കംപ്രഷൻ്റേത് നമ്മുടെ വർക്ക് നെറ്റ് വർക്കിൻ്റെ ഒരു റിഡക്ഷൻ നമുക്ക് ദാറ്റ് ക്യാൻ ബി അച്ചീവ് ത്രൂ മൾട്ടി സ്റ്റേജ് കംപ്രഷൻ. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ ആ പ്രഷർ വോളിയം ഡയഗ്രമൊക്കെ വരച്ച് അതിൻ്റെ പ്രോസസ്സൊക്കെ ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ ആ ഒരു ഫാക്റ്റിൽ അതിന് മനസ്സിലാക്കി വെക്കുക. നെക്സ്റ്റ് എന്ന് വെച്ചാൽ എഫിഷ്യൻസീസ്. ഇത് പലപ്പോഴും എക്സാമിന് ചോദിക്കാറുള്ളതാണ്. എഫിഷ്യൻസീസ് ഓഫ് കംപ്രസർ എക്സ്പെഷ്യലി ഫോർ റെസിപ്രോക്കറ്റിംഗ് കംപ്രസർ. റെസിപ്രോക്കറ്റിംഗ് കംപ്രസറിൻ്റെ എഫിഷ്യൻസീസ് എങ്ങനെ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നു എന്നുള്ളത്. അപ്പോൾ അത് വളരെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. പ്രത്യേകിച്ച് വോളിയോമെട്രി എഫിഷ്യൻസിയുടെ ഇതൊക്കെ PSC എക്സാമിനൊക്കെ ചോദിച്ചിട്ടുള്ളതാണ്, ചോദിക്കുന്നതുമാണ്. അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ നമ്മൾ ഇത്രയും പഠിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതിൽ നിന്നൊക്കെ ആയിരിക്കും ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ആ ഒരു കോമൺ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും പഠിച്ചു വെച്ചു. എഫിഷ്യൻസീസ് നമുക്ക് നോർമലി എഫിഷ്യൻസികൾ ഔട്ട് ബൈ ഇൻപുട്ടാണ്. പക്ഷെ നമ്മൾ നോക്കുക, നമ്മൾ ഈ കംപ്രസറിലൊക്കെ നമുക്ക് ഔട്ട്പുട്ടായിട്ടല്ല ഇട്ട് നമ്മൾ ആ കംപ്രസറിൽ നമ്മൾ പവർ കൺസ്യൂം ചെയ്യുക, നമ്മൾ അതിലേക്ക് പവർ കൊടുക്കുകയാണ്. ഇല്ല, ഇൻപുട്ടാണ് അതിൽ നമ്മൾ കൊടുക്കുന്നത്. നമ്മളിപ്പോൾ ഞാൻ പറയട്ടെ, ഇപ്പോൾ ഒരു 10 വാട്ട് ഇൻപുട്ട് പവർ അതിലേക്ക് കൊടുത്തു. അപ്പോൾ കൊടുത്തത് പ്രവർത്തിക്കാൻ ശ്രമിക്കുക. പക്ഷേ ഇത്രയും 10 വാട്ട് അതിന് കിട്ടണമെന്നില്ല. അപ്പോൾ കുറച്ച് ലോസൊക്കെ ചിലപ്പോൾ അതിന് 8 വാട്ടോ 9 വാട്ടോ വല്ലതായിരിക്കും അതിന് കിട്ടുന്നത്. ബാക്കി 1 വാട്ടോ 2 വാട്ടോ എന്തെങ്കിലും ലോസായിട്ട് പോകും. എന്തെങ്കിലും കാര്യങ്ങൾ ഫ്രഷ് ലോസോ അതെല്ലാം സംതിങ് എന്തെങ്കിലുമൊക്കെ ലോസായി പോകും. അപ്പോൾ ആ ഒരു കമ്പാരിസൺ, അപ്പോൾ ആ ഒരു ഇൻപുട്ട് ഔട്ട്പുട്ട് കമ്പാരിസണാണ് നമ്മളുടെ എഫിഷ്യൻസി നമ്മൾ അനലൈസ് ചെയ്യുന്നത്. ഒരിക്കലും എഞ്ചിനുമായിട്ട് തട്ടിച്ച് നോക്കല്ലേ കേട്ടോ. എഞ്ചിനെന്ന് വെച്ചാൽ എഞ്ചിനിൽ ഫ്യൂൽ കത്തി എഞ്ചിൻ അത് ഡെവലപ്പ് ചെയ്യുന്ന പവറാണ് ഇൻഡിക്കേറ്റർ പവർ. ഓക്കെ, ആ ഇൻഡിക്കേറ്റർ പവറിൻ്റെ കുറച്ച് ഭാഗം എന്തായിട്ട് ഈ ഫ്രിക്ഷൻ ഓവർകം ചെയ്യാനായിട്ട്, പിസ്റ്റൻ്റെ ഫ്രിക്ഷൻ ഓവർകം ചെയ്യാനായിട്ട് സ്പെൻഡ് ആയി പോകും. അതിനുശേഷം ബാക്കി ഔട്ട്പുട്ട് കിട്ടുന്ന പവറിനെ പറയുന്നതാണ് ബ്രേക്ക് പവർ. ഇൻ ദ കേസ് ഓഫ് IC എഞ്ചിൻസ് ഇവിടെ ഒരിക്കലും ആ ഒരു ഇതേ പാടില്ല. ഓക്കെ, ഇവിടെ നമ്മുടെ കംപ്രസറാണ്, നമ്മൾ കംപ്രസറിലേക്ക് വർക്ക് കൊടുക്കുകയാണ്. അപ്പോൾ കൊടുക്കുന്ന വർക്ക് എത്ര ആക്ച്വലി കംപ്രസറിന് എത്ര കിട്ടി, കൊടുത്ത വർക്കിൽ എത്ര ഉപയോഗിക്കാൻ പറ്റി, ആ ഒരു കണ്ടീഷൻസ് വെച്ച് നമ്മൾ എഫിഷ്യൻസീസ് പറയുന്നത്. ഫസ്റ്റ് നമുക്ക് നോക്കാം. ഫസ്റ്റ് നമുക്ക് 4 എഫിഷ്യൻസി പഠിക്കാം. ഫസ്റ്റ് ഈസ് ഐസോതെർമൽ എഫിഷ്യൻസി, സെക്കൻഡ് ഈസ് 3 എഫിഷ്യൻസി, സെക്കൻഡ് ഈസ് ദ മെക്കാനിക്കൽ എഫിഷ്യൻസി, ലാസ്റ്റ് ഈസ് ദ വോളിയോമെട്രിക് എഫിഷ്യൻസി. ഇപ്പോൾ ഇത്രയാണ് നമുക്ക് ജനറലി നമുക്ക് എഫിഷ്യൻസീസ് ആയിട്ട് വരിക. ഓക്കെ, ഇതിൽ ഫസ്റ്റ് ഉള്ളത് നോക്കുക ഐസോതെർമൽ എഫിഷ്യൻസി. ആ ടൈം സൂചിപ്പിക്കുന്നത് തന്നെ ഐസോതെർമൽ എഫിഷ്യൻസി ഈസ് എ റേഷ്യോ ഓഫ് ഐസോതെർമൽ വർക്ക് ഇൻപുട്ട് ഡിവൈഡ് ബൈ ആക്ച്വൽ വർക്ക് ഇൻപുട്ട്. നമുക്കറിയാം, നമുക്ക് ലീസ്റ്റ് വർക്ക് എപ്പോഴും വരുന്ന ഏതിലാണ്? നമ്മുടെ കംപ്രഷൻ ഐസോതെർമൽ കംപ്രഷൻ ആവുമ്പോഴാണ് നമുക്ക് എന്ത് വരിക? വർക്ക് ലീസ്റ്റ് വരിക. ഓക്കെ, നമുക്കറിയാം നമ്മളിവിടെ കംപ്രസറിനെ സക്ഷൻ ചെയ്യിപ്പിക്കുന്നത്, കംപ്രസ് ചെയ്യിപ്പിക്കുന്നത് നമ്മൾ എക്സ്റ്റേണലി മോട്ടോർ ഒരു പ്രൈം മൂവർ കൊടുത്തുകൊണ്ടാണ് അതിനെ പ്രവർത്തിപ്പിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ കംപ്രഷൻ ഐസോതെർമൽ ആയിക്കോട്ടെ, നമ്മൾ എന്ത് ചെയ്യുമോ ഈ ഐസോതെർമൽ വർക്ക് കംപ്രസറിലേക്ക് കൊടുക്കുക, നമ്മുടെ സിസ്റ്റത്തിലേക്ക് കൊടുക്കുകയാണ്. ദാറ്റ് ഈസ് എ വർക്ക് കൺസ്യൂമിങ് യൂണിറ്റ് ആണ്. സോ ദാറ്റ് ഈസ് എ ഐസോതെർമൽ വർക്ക് ഇൻപുട്ട് നമ്മൾ എടുത്തിരുന്നത് ഡിവൈഡഡ് ബൈ ആക്ച്വൽ വർക്ക് ഇൻപുട്ട്. ആക്ച്വലി എത്ര വർക്ക് ഇൻപുട്ടാണ് അവിടെ കിട്ടിയിട്ടുള്ളത്, ഈ ഒരു റേഷ്യോ പറയുന്ന പേരാണ് എന്ത്? ഐസോതെർമൽ efficiency. Okay, that is a ratio of actual work input to ratio of isothermal work input to divided by
ആക്ച്വൽ വർക്ക് ഇൻപുട്ട്. അതായത് ഐസോതെർമൽ ഐഡിയൽ ഡിവൈഡ് ബൈ ആക്ച്വൽ, ആ ഒരു കണ്ടീഷനാണ്. ദാറ്റ് ഈസ് നോൺ ആസ് ഐസോതെർമൽ എഫിഷ്യൻസി. ഇതിൻ്റെ വേറൊരു പേരാണ് നമ്മൾ ജനറലി പറയും കംപ്രസർ എഫിഷ്യൻസി എന്ന് പറയും. ഐസോതെർമൽ എഫിഷ്യൻസിയുടെ വേറൊരു പേരാണ് കംപ്രസർ എഫിഷ്യൻസി. ഇറ്റ്സ് എ റേഷ്യോ ഓഫ് ഐസോതെർമൽ വർക്ക് ഇൻപുട്ട് ഡിവൈഡ് ബൈ ആക്ച്വൽ വർക്ക് ഇൻപുട്ട്. ഓക്കെ, ഐസോതെർമൽ വർക്ക് ഇൻപുട്ട് ഡിവൈഡ് ബൈ ആക്ച്വൽ വർക്ക് ഇൻപുട്ട്. അതിനെ പറഞ്ഞ പേരാണ് എന്ത്? ഐസോതെർമൽ എഫിഷ്യൻസി. ഓക്കെ, ഇങ്ങോട്ട് നോക്കുക. നെക്സ്റ്റ് ഈസ് എ മെക്കാനിക്കൽ എഫിഷ്യൻസി. ഇപ്പോൾ മെക്കാനിക്കൽ എഫിഷ്യൻസി നമുക്കറിയാം, നമ്മുടെ മോട്ടർ ചെയ്ത് ഡയറക്റ്റ് ഷാഫ്റ്റ് നമ്മൾ ഇതിലോട്ട് കപ്പിൾ ചെയ്തേക്കുക, നമ്മൾ ഈ പറയുന്ന കംപ്രസറിനെ ഷാഫ്റ്റുമായിട്ട് കപ്പിൾ ചെയ്തേക്കുക. ഓക്കെ, അപ്പോൾ അത് കറങ്ങുന്നതനുസരിച്ച് പിസ്റ്റൺ റിസീവർ മോഷൻ വിധിയാവും, കംപ്രഷൻ പ്രോസസ് നടക്കും. അപ്പം നമ്മൾ ഈ ഷാഫ്റ്റിലേക്ക് കൊടുക്കുന്ന പവറാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു കംപ്രസർ വരച്ച് ഇവിടെ വരയ്ക്കും, ജസ്റ്റ് ഒരു കംപ്രസർ വരച്ചു. ഓക്കെ, ഒരു പിസ്റ്റൺ ഉണ്ട്. ഓക്കെ, പിസ്റ്റൺ ഉണ്ട്, ഇങ്ങനെ വന്നിട്ട് ഇരിക്കുക, ഇത് കട്ടർ റോഡ്, ഇതിങ്ങനെ കറങ്ങും ക്രാങ്ക്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ കൊടുക്കുന്ന പവറാണ് ബ്രേക്ക് പവർ. ഓക്കെ, നമ്മളവിടെ കുറച്ച് ബ്രേക്ക് പവർ കൊടുത്തിട്ട് എന്ത് ചെയ്യുക, ഇതിനെ ഇങ്ങനെ കറക്കുക. ആ കറക്കുന്ന ബലമായിട്ട് എന്ത് ചെയ്യുക, കറക്കുമ്പോൾ വർക്ക് ചെയ്യിപ്പിക്കുകയാണല്ലോ. അപ്പോൾ നമ്മൾ എഞ്ചിൻ ഏസിയാണെങ്കിൽ ആത്ര വരിപ്പിക്കുന്ന ഇൻഡിപേറ്റർ പവറും പുറത്ത് കിട്ടുന്നത് ബ്രേക്ക് പവറും. കംപ്രസർ ഏസി നമ്മൾ കംപ്രസറിൽ കൊടുക്കുന്ന ഒരു ബ്രേക്ക് പവറും അതിൻ്റെ ബലമായിട്ട് അതിൻ്റെ അകത്തൊരു കുറച്ച് പവർ ഡെവലപ്പ് ചെയ്യണം. മീൻസ് ഈ നമ്മൾ എഞ്ചിൻ്റെ ഒരു നേരെ ഒരു റിവേഴ്സ് പ്രോസസ് കൺസിഡർ ചെയ്താൽ മതി. നമ്മൾ അതിൻ്റെ ഡെവലപ്പ് ചെയ്യുന്ന പവർ എന്നല്ല, നമ്മൾ ബ്രേക്ക് പവർ കൊടുക്കുന്ന അതിന് എത്ര ആ പ്രോസസ്സിനായിട്ട് അവിടെ കിട്ടുന്നത്, അതാണ് അവിടുത്തെ ഇൻഡിക്കേറ്റർ പവർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ കൂടുതൽ ക്വാണ്ടിറ്റി ഏതായിരിക്കും? ബ്രേക്ക് പവർ ആയിരിക്കും കൂടുതൽ, ഇൻഡിക്കേറ്റർ പവർ അവിടെ കുറവായിരിക്കും. കാരണം നമ്മളൊരു 10 വാട്ട് പവർ ബ്രേക്ക് പവർ ഷാഫ്റ്റ് കൊടുത്ത്, പക്ഷേ ആക്ച്വലി അതിന് കിട്ടുന്ന അല്ലെങ്കിൽ അപ്പോൾ ആ സമയത്ത് അതിന് അവൈലബിൾ ആയിട്ടുള്ള പവർ എന്ന് വെച്ചാൽ അത് ജനറേറ്റ് ചെയ്യുന്നതല്ലേ അവൈലബിൾ പവർ എന്ന് വെച്ചാൽ ചിലപ്പോൾ 8 വാട്ട് ആയിരിക്കും. അതാണ് നമ്മൾ ഇൻഡിക്കേറ്റർ പവർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ ഇൻഡിക്കേറ്റർ പവർ ഇവിടെ ബ്രേക്ക് പവറിനെ പറഞ്ഞ പേരാണ് മെക്കാനിക്കൽ എഫിഷ്യൻസി. ഒരിക്കലും എഞ്ചിനുമായിട്ട് കമ്പയർ ചെയ്താൽ തെറ്റിപ്പോവും. ഓക്കെ, എഞ്ചിനുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇൻഡിക്കേറ്റർ പവറും ബ്രേക്ക് പവറും ഒക്കെ അത് ഡെവലപ്പ് ചെയ്യുന്ന പുറത്ത് കിട്ടുന്നത്. ഇതങ്ങനെയല്ല, നമ്മൾ ബ്രേക്ക് പവറിലേക്ക് കൊടുക്കുക, ബ്രേക്ക് പവർ അത്രയും കൊടുത്തതിൽ എത്ര അതിന് കിട്ടി, അതാണ് അവിടുത്തെ ഇൻഡിക്കേറ്റർ പവറായിട്ട് ഉദ്ദേശിക്കുന്നത്. ആ തമ്മിലുള്ള റേഷ്യോ ആണ് IP/BP പറഞ്ഞ പേരാണ് മെക്കാനിക്കൽ എഫിഷ്യൻസി. ഓക്കെ, ഇനി തേർഡ് ഈസ് ദ വോളിമെട്രിക് എഫിഷ്യൻസി. നമ്മൾ ഈറ്റ വി നേടും. ഈറ്റ വി ഈസ് ദ വോളിമെട്രിക് എഫിഷ്യൻസി ഓഫ് ദ കംപ്രസർ. എന്താണ് വോളിമെട്രിക് എഫിഷ്യൻസി? ആക്ച്വൽ ബൈ തിയറട്ടിക്കൽ. ഓക്കെ, അത് സിമ്പിൾ അല്ലേ? തിയറട്ടിക്കലാണ് ആക്ച്വൽ വോളിയം ഓഫ് എയർ ഇൻടേക്ക്. അപ്പം അതിനൊരു തിയറട്ടിക്കൽ വോളിയം കാണും, അതിൻ്റെ സെപ്റ്റ് വോളിയം മറ്റു കാര്യങ്ങളൊക്കെ കൺസിഡർ ചെയ്തിട്ടുണ്ട്. അതിനൊരു ആ സിലിണ്ടറിൻ്റെ വോളിയത്തിന് അനുവദിക്കുന്ന എത്ര എയർ അതിൽ ഉൾക്കൊള്ളാൻ അതിനൊരു കപ്പാസിറ്റി കാണും. ദാറ്റ് ഈസ് നോൺ എസ് തിയറട്ടിക്കൽ വോളം. ആക്ച്വൽ വോളിയം എന്ന് വെച്ചാൽ എത്ര എയർ അതിലേക്ക് സക്ക് ചെയ്ത് കയറുന്നുള്ളത്. അപ്പോൾ നമ്മൾ എഞ്ചിനിലേക്ക് അറിയാം വോളിയം കൂട്ടാനായിട്ട് നമ്മൾ ചെയ്യുന്നത് സൂപ്പർ ചാർജിങ് ചെയ്യും. അപ്പോൾ ആക്ച്വൽ ഒരു വോളിയം അതിനുണ്ട്, അത്രത്തോളം എയറിനെ സക്ക് ചെയ്യാൻ എടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ എയറിനെ പുഷ് ചെയ്ത് പ്രഷറൈസ്ഡ് എയറിനെ ഉള്ളിലേക്ക് കയറ്റും. അതിനെ പറഞ്ഞ പേരാണ് സൂപ്പർ ചാർജിങ് എന്ന് പറയും. അപ്പോൾ അതുപോലെ ഇപ്പോൾ ഒരു കൺസെപ്റ്റ്. അപ്പോൾ നമ്മൾ ആക്ച്വൽ തിയറട്ടിക്കൽ വോളിയം ഉണ്ട്, അപ്പോൾ അതാണ് എപ്പോഴും കൂടുതൽ. അപ്പോൾ ആക്ച്വൽ വോളിയം അത്രയും കിട്ടത്തില്ല. അപ്പോൾ ആ ഒരു റേഷ്യോ പറഞ്ഞ പേരാണ് ആക്ച്വൽ വോളിയം ഓഫ് എയർ. അത് ഇത്ര ഇപ്പം അതിൻ്റെ തിയറട്ടിക്കൽ വോളിയം 7 മീറ്റർ ക്യൂബാണെന്ന് വിചാരിക്കും തിയറട്ടിക്കൽ വോളിയം. അപ്പോൾ ആക്ച്വൽ വോളിയം ചിലപ്പോൾ കയറുന്നത് 5.5 6 സംതിങ് ആയിരിക്കും. അപ്പോൾ ഒരു വേരിയേഷൻ വന്നില്ലേ, ദാറ്റ് ഈസ് നോൺ ആസ് വോളിയോമെട്രിക് എഫിഷ്യൻസി. ആക്ച്വൽ വോളിയം ഓഫ് എയറിലേക്ക് ഡിവൈഡ് ബൈ തിയറട്ടിക്കൽ വോളിയം. ഇനി വോളിയോമെട്രിക് എഫിഷ്യൻസി നമുക്ക് ഒരു ഇൻ ടൈംസ് ഓഫ് ക്ലിയറൻസ് റേഷ്യോ എന്ന് പറഞ്ഞൊരു ഡെറിവേഷൻ ഉണ്ട്. അപ്പോൾ വോളിയോമെട്രിക് ഇൻ ടൈംസ് ഓഫ് ക്ലിയറൻസ് റേഷ്യോയിലുള്ള റെപ്രസെൻറ്റേഷൻ അത് പഠിക്കേണ്ടതാണ്, എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്, പല എക്സാമിനും ചോദിച്ചിട്ടുണ്ട്. ഡെറിവേഷൻ ആയിരുന്നു നിങ്ങളുടെ എവിടെ ബിടെക്കിനൊക്കെ പഠിക്കുന്ന സമയത്ത്. പക്ഷേ ഇവിടെ നമുക്കതുണ്ട് വോളിയോമെട്രിക് ഇൻ ടൈംസ് ഓഫ് ക്ലിയറൻസ് റേഷ്യോ. എന്താണ് ക്ലിയറൻസ് റേഷ്യോ? സി. ക്ലിയറൻസ് റേഷ്യോ നമ്മൾ യൂഷ്വലി റെപ്രസെന്റ് ചെയ്യുന്ന സിമ്പലാണ് ക്യാപിറ്റൽ സി, വിച്ച് ഇസ് എ റേഷ്യോ ഓഫ് ക്ലിയറൻസ് വോളിയം ടു ദ സെപ്റ്റ് വോളിയം. കംപ്രസറിൻ്റെ ക്ലിയറൻസ് വോളിയവും സെപ്റ്റ് വോളിയം തമ്മിലുള്ള റേഷ്യോയ്ക്ക് പറഞ്ഞ പേരാണ് എന്ത് ക്ലിയറൻസ് റേഷ്യോ. സി എന്ന് പറയും. സി ഈസ് എ റേഷ്യോ ഓഫ് ക്ലിയറൻസ് വോളിയം ടു ദ സെപ്റ്റ് വോളിയം. എന്താണ്? സി ഈസ് ഈക്വൽ ടു VC/VS. അങ്ങനെയുള്ള ഇൻ ടേംസ് ഓഫ് ക്ലിയറൻസ് റേഷ്യോ ആൻഡ് ഇൻ ടേംസ് ഓഫ് പ്രഷർ റേഷ്യോ ഇതൊക്കെ ഉൾക്കൊള്ളുന്ന വോളിയോമെട്രിക് ഇക്വേഷൻ ആണ് ഈറ്റ വി. വോളിയോമെട്രിക് ഈസ് ഈക്വൽ ടു 1 + C - C × P2/P1 ഹോൾ ഈസ് 1/n. P2/P1 എന്ന് പറയുന്ന പേരെന്തുവാ? പ്രഷർ റേഷ്യോ, ഡിസ്ചാർജ് പ്രഷർ ടു ദ റേഷ്യോ. എന്താണ് പ്രഷർ റേഷ്യോ? ഇറ്റ്സ് എ റേഷ്യോ ഓഫ് ഡിസ്ചാർജ് പ്രഷർ ടു ദ സക്ഷൻ പ്രഷർ. ദാറ്റ് ഈസ് നോൺ ആസ് എന്താണ്? പ്രഷർ റേഷ്യോ. അപ്പോൾ പ്രഷർ റേഷ്യോ ക്ലിയറൻസ് റേഷ്യോ തമ്മിലുള്ള വോളിയോമെട്രിക് റിലേഷനാണ് ഈറ്റ വി ഈസ് ഈക്വൽ ടു 1 + C - C × P2/P1 ദ ഹോൾ ഈസ് ടു 1/n. അപ്പോൾ സി എ പറഞ്ഞ പേരാണ് ക്ലിയറൻസ് റേഷ്യോ. ദാറ്റ് ഈസ് എ റേഷ്യോ ഓഫ് സെപ്റ്റ് വോളിയം ടു ദ റേഷ്യോ ഓഫ് ക്ലിയറൻസ് വോളിയം ടു ദ സെപ്റ്റ് വോളിയം. അപ്പോൾ ഇത്രയും എഫിഷ്യൻസീസ് ആണ്. ഒരിക്കലും എഞ്ചിനുമായിട്ടൊരു കമ്പയർ ചെയ്ത് നമ്മൾ ഇതെല്ലാം കൊടുക്കുക, അതിലേക്ക് മനസ്സിലാവുന്നുണ്ടോ? എല്ലാം കംപ്രസറിന് നമ്മൾ കൊടുക്കുക, വർക്ക് കൺസ്യൂമിങ് യൂണിറ്റാണ്. ആ ഒരു രീതി വേണം നമ്മൾ ഇതിൻ്റെ ഓരോ പാരാമീറ്റേഴ്സ് അനലൈസ് ചെയ്യാൻ. ഓക്കെ, എഞ്ചിനുമായിട്ട് ഒരിക്കലും കമ്പയർ ചെയ്ത് നോക്കല്ലേ. കാരണം എഞ്ചിനിൽ എപ്പോഴും ഇൻഡിക്കേറ്റർ പവർ ആയിരിക്കും കൂടുതൽ, അല്ലേ? ബ്രേക്ക് പവർ എന്താ കുറവായിരിക്കും. ഇൻഡിക്കേറ്റർ പവർ ഇസിക്കൽ ഫ്രിക്ഷണൽ പവർ പ്ലസ് ബ്രേക്ക് പവർ.
ഇൻഡിക്കേറ്റർ പവർ ആക്ച്വൽ പവർ ഡെവലപ്പ് ചെയ്യുന്ന സിലിണ്ടർ ഔട്ട്പുട്ടിൽ കിട്ടുന്നതാണ് ബ്രേക്ക് പവർ. അപ്പോൾ ഇൻഡിക്കേറ്റർ പവർ കൂടുതൽ ബ്രേക്ക് പവർ കുറവായിരിക്കും. ഇവിടെ നോക്ക്, ഇവിടെ ഇൻഡിക്കേറ്റർ പവർ കുറവാണ്, ബ്രേക്ക് പവറാണ് ഇവിടെ കൂടുതൽ. അല്ലെ എങ്കിലല്ലേ എഫിഷ്യൻസി ലെസ് 1 വരത്തുള്ളൂ. കാരണം ഇൻഡിക്കേറ്റർ നമ്മൾ ബ്രേക്ക് പവർ അങ്ങോട്ട് കൊടുക്കുന്നത്, അത് അവിടുത്തെ നമ്മൾ ഉള്ളിൽ അതിൽ കൊടുക്കുന്ന സാധനം, പക്ഷേ അത്ര തന്നെ അതിന് കിട്ടുന്നില്ല. ഇൻഡിക്കേറ്റർ പവർ അതിലുള്ളത് ഇതിനെക്കാട്ടിലും കുറവായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ ഇത്രയും എഫിഷ്യൻസി കാര്യങ്ങൾ മനസ്സിലാക്കും. 3 എഫിഷ്യൻസിയാണ്: വിസർമൽ എഫിഷ്യൻസി, മെക്കാനിക്കൽ എഫിഷ്യൻസി ആൻഡ് വോളിമെട്രി എഫിഷ്യൻസി. ഇനി വോളിമെട്രിക്സിൻ ടൈംസ് ഓഫ് ക്ലിയറൻസ് റേഷ്യോ ഉള്ളതും കൂടെ മനസ്സിലാക്കി വെക്കും. ഓക്കെ, അപ്പോൾ ഇത്ര ആയപ്പോഴത്തേക്കും നമ്മുടെ എന്ത് പൂർത്തിയായി? നമ്മുടെ റെസിപ്രോക്കറ്റിംഗ് കംപ്രസറിൻ്റെ ബേസിക് ഫണ്ടമെൻറ്റൽസ് കംപ്ലീറ്റ് ആയി. ഇനി നമുക്കുള്ള വെച്ചാൽ റോട്ടറി കംപ്രസറാണ്. ഓക്കെ, അപ്പോൾ റെസിപ്രോക്കറ്റിംഗ് കംപ്രസർ ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ നമ്മുടെ ഈ ഒരു സിലബസ് അനുവദിച്ച് ഇത്ര ആൾ പഠിച്ചാൽ മതി. ഇപ്പോൾ നമ്മളിനി കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ കുറച്ചും കൂടി എൻ്റെ എക്സ്ട്രാ കാര്യങ്ങളൊക്കെ അപ്പം ഒന്ന് മനസ്സിലാക്കാം. ആ ക്വസ്റ്റ്യനുമായി ബന്ധപ്പെട്ട എക്സ്ട്രാ ടോപ്പിക്സ് ഇത്രയും ഒരു ആവശ്യമുള്ളൂ. ആണോ ഇത്രയും സിലബസിൽ കിടക്കുന്നില്ലേ? അപ്പം എല്ലാം നമ്മൾ മെമ്മറൈസ് ചെയ്ത് വെക്കണം, ഒന്നും മറന്നു പോകില്ല. ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ എല്ലാം ഒരു സീക്വൻസായിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചേക്കണം, ഈ തെർമലിൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ. അപ്പം ഒരു സാധാരണ ആൾക്ക് മനസ്സിലാക്കുന്ന കാര്യങ്ങൾ ഇതിലുള്ളൂ, പക്ഷേ മറന്നു പോകില്ല. ഇപ്പം എന്താ വോളിമെട്രി എഫിഷ്യൻസി, ക്ലിയറൻസ് റേഷ്യോ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇപ്പോൾ എക്സാമിന് വരുമ്പം ആ ഒരു ഫോളോ അപ്പിൽ എന്ത് ചെയ്തിരിക്കണം, ഓർത്തിരിക്കണം. ഇത്രയാണ് നമ്മുടെ റെസിപ്രോക്കറ്റിംഗ് കംപ്രസറിനെ കഴിഞ്ഞ് നമുക്ക് നെക്സ്റ്റ് ഉള്ളതെന്ന് വെച്ചാൽ റോട്ടറി കംപ്രസറാണ്. ഞാൻ റോട്ടറി കംപ്രസർ നേരത്തെ പ്രത്യേകം എഴുതിയത് ഒന്ന് നമ്മുടെ ഇതിൽ തന്നെ പോസ്റ്റ് ഡിസ്പ്ലേസ്മെന്റ് തന്നെ എഴുതിയത് വേണം. നമുക്ക് ഡൈനാമിക് ടൈപ്പ് എന്ന് പറഞ്ഞ സെൻട്രിഫ്യൂഗൽ ആക്സിന് പ്രത്യേകം എഴുതിയത് വേണം. നമുക്ക് ജനറലായിട്ട് നമുക്ക് റോട്ടറി കംപ്രസർ എന്ന് പറഞ്ഞിട്ട് ഇതിനെല്ലാം ഒന്നിച്ച് ഉൾപ്പെടുത്തി എഴുതാം. അതായത് റോട്ടറി കംപ്രസർ അടി വരുന്നതാണ് എന്താ നമ്മുടെ സെൻട്രിഫ്യൂഗൽ കംപ്രസർ, ആക്സിയൽ ഫ്ലോ കംപ്രസർ, റൂട്ട്സ് ബ്ലോവർ, പെയിൻ ടൈപ്പ്, സ്ക്രൂ കംപ്രസർ, ഇതെല്ലാം റോട്ടറി ടൈപ്പ്. റൊട്ടേറ്റിംഗ് എലമെന്റ് അതിലുണ്ട്. ഇതൊന്നും റൊട്ടേറ്റിംഗ് എലമെന്റ് ഇല്ല, ഇതിൽ ഓൺലി റെസിപ്രോക്കറ്റിംഗ് എലമെന്റ്. റെസിപ്രോക്കറ്റിംഗ് കംപ്രസർ ഇത്രയും കാര്യങ്ങൾ വന്നത്. ഓക്കെ, നെക്സ്റ്റ് ഈസ് ആ റോട്ടറി കംപ്രസർ. അപ്പം നമുക്കിനി നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാം. അതിൽ ഒരുപാടൊന്നും ഇതിൻ്റെ പഠിക്കാനില്ല. നമുക്ക് ഇതിൻ്റെ വർക്കിങ്ങും മറ്റ് കൺസെപ്റ്റ് ഡീറ്റെയിൽസും ഒക്കെ ഉള്ളൂ അതിൽ പഠിക്കാൻ. ഓക്കെ, സോ നെക്സ്റ്റ് നമുക്കിനി ടോപ്പിക്ക് എന്താണെന്ന് വെച്ചാൽ റൊട്ടേറ്റിംഗ് ടൈപ്പ് കംപ്രസേഴ്സാണ് നെക്സ്റ്റ് ഇനി പഠിക്കാനുള്ളത്. അപ്പോൾ നമ്മൾ ഇതുവരെ ലാസ്റ്റ് നമ്മൾ റെസിപ്രോക്കറ്റിംഗ് കംപ്രസറിൻ്റെ ഫുൾ കാര്യങ്ങൾ നമ്മൾ മാക്സിമം പഠിച്ചു, അതിൻ്റെ എഫിഷ്യൻസീസ് മറ്റു കാര്യങ്ങളൊക്കെ. അത് കുറച്ച് ഡെപ്തായിട്ട് അതിൽ പഠിക്കാൻ അതിലുണ്ടായിരുന്നുള്ളത് അതിൻ്റെ പെർഫോമൻസ് മറ്റു കാര്യങ്ങളൊക്കെ. ഇനി നമ്മൾ റോട്ടറി കംപ്രസറിൽ വരുമ്പോൾ കുറച്ച് ഡെപ്തായിട്ട്, പക്ഷേ നമ്മുടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ അതിൻ്റെ ജസ്റ്റ് വർക്കിംഗ് മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ കമ്പൽസറി മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ പറയുന്ന സെൻട്രിഫ്യൂഗൽ ഇപ്പോൾ നമ്മൾ റോട്ടറി കംപ്രസറിൽ നമ്മൾ ബേസിക്കായിട്ട് 4 ക്ലാസിഫിക്കേഷൻ ഇത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഫസ്റ്റ് ഈസ് റൂട്ട്സ് ബ്ലോവർ കംപ്രസർ, സെക്കൻഡ് വെയിൻ ടൈപ്പ്, തേർഡ് സെൻട്രിഫ്യൂഗൽ കംപ്രസർ, ലാസ്റ്റ് ഈസ് ആക്സിയൽ ഫ്ലോ കംപ്രസർ. ഇങ്ങനെ 4 ടൈപ്പാണ് ബേസിക്കലി ക്ലാസിഫിക്കേഷൻ ആയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ആ ഒരു ഫ്ലോ ചാർട്ട് പോലെ വരച്ചപ്പോൾ ഞാൻ ഈ സെൻട്രിഫ്യൂഗൽ ഫ്ലോ കംപ്രസറും ആക്സിയൽ ഫ്ലോ കംപ്രസറും ഡൈനാമിക് ആക്ഷൻ ടൈപ്പിലാണ് ഉൾപ്പെടുത്തിയിരുന്നത്. ഇത് രണ്ടും ഞാൻ ഉൾപ്പെടുത്തിയിരുന്നത് പോസിറ്റീവ് ഡിസ്പ്ലേസ്മെൻറ്റ് ടൈപ്പിലാണ് ഉൾപ്പെടുത്തിയിരുന്നത്. നമുക്ക് ഇനി റോട്ടറി ടൈപ്പ് എന്നൊരു ക്ലാസിഫിക്കേഷൻ പറയുവാണെങ്കിൽ ഇതിനെ 4 കംപ്രസറിനെ നമുക്ക് അതിലും ഉൾപ്പെടുത്തി എക്സ്പ്ലെയിൻ ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ റോട്ടറി കംപ്രസറിൻ്റെ ബേസിക് പർപ്പസ് മീൻസ് എന്ന് വെച്ചാൽ എന്താണ്? ഇതും എന്താണ്? ടു റൈസ് ദ പ്രഷർ റൈസ് ചെയ്യുകയാണ്. അപ്പം ഒരു മേജർ ഡിഫറൻസ് ബിറ്റ്വീൻ റെസിപ്രോക്കറ്റിംഗ് കംപ്രസർ അതായത് ഒരു വലിയ ക്ലാസിഫിക്കേഷൻ നമ്മൾ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ എപ്പോഴും റോട്ടറി റെസിപ്രോക്കറ്റിംഗ് കംപ്രസറാണ്. രണ്ട് വലിയ ഒരു കാറ്റഗറി ആയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നത്. റോട്ടറി കംപ്രസറിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കമ്പയർഡ് ടു റെസിപ്രോക്കറ്റിംഗ് കംപ്രസർ നമ്മൾ രണ്ടും എടുക്കുകയാണെങ്കിൽ റെസിപ്രോക്കറ്റിംഗ് കംപ്രസർ എന്ന് വെച്ചാൽ ഹൈ പ്രഷർ ജനറേറ്റ് ചെയ്യാൻ പറ്റും വിത്ത് എന്താണ്? ലോ ഡിസ്ചാർജ് ആയിരിക്കും. ഈ നമ്മൾ റെസിപ്രോക്കറ്റിംഗ് ടൈപ്പ് കംപ്രസർ കൺസിഡർ ചെയ്താൽ പ്രഷർ കൂടുതലും ഡിസ്ചാർജ് അതിന് കുറവായിരിക്കും. പക്ഷേ തിരിച്ച് നമ്മൾ റോട്ടറി ടൈപ്പ് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ പ്രത്യേകത എന്ന് വെച്ചാൽ പ്രഷർ കുറവായിരിക്കും, ജനറേറ്റ് ചെയ്യുന്ന റൈസ് ചെയ്യുന്ന പ്രഷർ കുറവായിരിക്കും, പക്ഷേ ഡിസ്ചാർജ് കൂടുതലായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് മാക്സിമം ഡിസ്ചാർജ് വേണ്ടെടുത്ത് നമ്മൾ യൂസ് ചെയ്യുന്നത് റോട്ടറി ടൈപ്പ് എയർ കംപ്രസറും മാക്സിമം പ്രഷർ എവിടെയാണോ വേണ്ടത് അവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഏതാണ്? റെസിപ്രോക്കറ്റിംഗ് എയർ കംപ്രസർ. അപ്പോൾ അത് നമ്മൾ ഈ മാക്സിമം പ്രഷർ ടയറിൻ്റെ ഫില്ല് അങ്ങനെ ന്യൂമാറ്റിക് സിസ്റ്റം നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുന്ന ഏതാണ്? റോട്ടറി കംപ്രസറാണ്. പക്ഷേ അറ്റ് ദ ടൈം ഡിസ്ചാർജ് കൂടുതലെടുത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന ഏതാണ്? ദാറ്റ് ഈസ് ആ റോട്ടറി ടൈപ്പ് കംപ്രസർ. നമ്മൾ പമ്പ് തന്നെ നമുക്ക് കഴിഞ്ഞാൽ അറിയാം, സെൻട്രിഫ്യൂഗൽ പമ്പിന് പ്രഷറൈസ്ഡ് വാട്ടർ വരുന്നതിൻ്റെ ആ ഒരു പ്രഷർ കുറവായിരിക്കും, പക്ഷേ ഡിസ്ചാർജ് കൂടുതലായിരിക്കും. അറ്റ് ദ സെയിം ടൈം റെസിപ്രോക്കറ്റിംഗ് പമ്പിന് പ്രത്യേകം എന്തുവാ? റെസിപ്രോക്കറ്റിംഗ് പമ്പിന് പ്രഷർ കൂടുതലായിരിക്കും, മാക്സിമം പ്രഷർ കൊണ്ടുവരാൻ പറ്റും. ബട്ട് അറ്റ് ദ സെയിം ടൈം എന്താണ്? ഡിസ്ചാർജ് കുറവായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ അവിടെ കൂടുതലും പ്രഷർ എന്ന് പറയുമ്പോൾ നമ്മൾ കൂടുതൽ ഹെഡ് വെച്ചാണ് പറയുന്നത്. ഓക്കെ, ഹൈ ഹെഡ് ലോ ഡിസ്ചാർജ് ആണ് ഏത്? റെസിപ്രോക്കറ്റിംഗ് പമ്പ്. സെൻട്രിഫ്യൂഗൽ ആകുമ്പോൾ എന്താണ്? സെൻട്രിഫ്യൂഗൽ ആകുമ്പോൾ നേരെ തിരിച്ച് വരും, ലോ ഹെഡ് ഹൈ ഡിസ്ചാർജ്. സെൻട്രിഫ്യൂഗൽ പമ്പിൻ്റെ കാര്യം പറഞ്ഞാൽ പമ്പാണേ പറയുന്നത്. സെൻട്രിഫ്യൂഗൽ പമ്പിൻ്റെ കണ്ടീഷൻ വരുമ്പോൾ ഹെഡ് എന്താണ്?
ലോ ഹെഡും ഹൈ ഡിസ്ചാർജുമാണ്. അറ്റ് ദ സെയിം ടൈം റെസിപ്രോക്കേറ്റിംഗ് പമ്പിൻ്റെ കണ്ടീഷൻ വരുമ്പോൾ പ്രത്യേകം എന്താണ്, ലോ ഡിസ്ചാർജും ഹൈ ഹെഡും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ കുഴൽക്കിണറിൽ നിന്നൊക്കെ വെള്ളം എടുക്കുക നമ്മൾ കൂടുതൽ സ്യൂട്ടബിൾ ആയിട്ട് ചെയ്യുന്നത്, കാരണം നല്ല ആഴത്തിലല്ലേ, അപ്പോൾ നല്ല ഹെഡ് വേണം. സോ ആ കേസിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഏതാണ്, റെസിപ്രോക്കേറ്റിംഗ് ടൈപ്പ് പമ്പാണ്, കംപ്രസറിലെ പമ്പിൻ്റെ ഏരിയ പറഞ്ഞു. അപ്പോൾ ഇതേപോലെ ഇവിടെ വരുമ്പോഴും അങ്ങനെ തന്നെയാണ്. ഡിസ്ചാർജ് എപ്പോഴും കൂടുതൽ ഏതിനായിരിക്കും, റോട്ടറി ടൈപ്പിനായിരിക്കും. ഓക്കെ, റോട്ടറി ടൈപ്പിന് മെയിനായിട്ട് 4 ക്ലാസിഫിക്കേഷൻ ആണുള്ളത്. അപ്പോൾ ഓരോന്നിനെ പടഞ്ഞ് പ്രത്യേകം വരച്ചിട്ടുണ്ട്. ഫസ്റ്റ് ഈസ് എ റൂട്ട്സ് ബ്ലോവർ കംപ്രസർ, അത് ഇവിടെ ഒന്നാമതായിട്ട് കാണിച്ചിട്ടുണ്ട്. ദിസ് ഈസ് എ വൺ, ദാറ്റ് ഈസ് എ റൂട്ട്സ് ബ്ലോവർ കംപ്രസർ. ആൻഡ് സെക്കൻഡ് ഈസ് എ വെയിൻ ടൈപ്പ് കംപ്രസർ 2. ആൻഡ് തേർഡ് ഈസ് എ സെൻട്രിഫ്യൂഗൽ കംപ്രസർ. ആൻഡ് ഫോർത്ത് ഏതാണ്, ആക്സിയൽ ഫ്ലോ കംപ്രസർ. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് പറയാം. ഫസ്റ്റ് ഈസ് എ റൂട്ട്സ് ബ്ലോവർ കംപ്രസർ. സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഫസ്റ്റ് ഒരു കേസിംഗ് ഉണ്ട്. ഇത് 3 ലോബ്ഡ് റൂട്ട്സ്, അതായത് ഒരു വീലൊരു സാധനം അതെ 2 ലോബ്ഡ്. ഓക്കെ, 2 ലോബ്ഡ് റോട്ടറുമാണ്. ഞാൻ 3 ലോബ്ഡാണ് വരച്ചേക്കുന്നത്, ചിലപ്പോൾ 2 ലോബ്ഡ് ആണ്. അപ്പോൾ ഒരെണ്ണത്തിൽ നമ്മൾ സിമിലർ ടു ദ ഗിയർ പമ്പിൻ്റെ വർക്കിംഗ് മെക്കാനിസം പോലാണ് ഇതിൻ്റെ വർക്കിംഗ് മെക്കാനിസം. അപ്പോൾ ഇവിടെ 2 ലോബ്, ഇത് 3 ലോബ്ഡാണ്. അപ്പം ഒരെണ്ണം ഡ്രിവൺ ആണ്, ഒരെണ്ണം നമ്മൾ പുറത്തുനിന്ന് ഒരു മോട്ടോർ വെച്ച് അതിനെ നമ്മൾ ഡ്രൈവ് ചെയ്യിപ്പിക്കും, അത് മറ്റേതിനെ കറക്കും. അപ്പോൾ ഇതിനിടയ്ക്ക് എന്ത് ചെയ്യും, നമ്മൾ ഫ്രഷ് എയർ വന്ന് കയറുമല്ലോ, ലോ പ്രഷർ എയർ എന്ന് പറയും. അപ്പോൾ ഇതിനിടയ്ക്ക് കയറും. അപ്പം ഇതും ആ സർഫസ് തമ്മിൽ, കേസ് തമ്മിലുള്ള ആ ഒരു ചെറിയ സ്പേസിലേക്ക് എയർ എന്ത് ചെയ്യപ്പെടും, ട്രാപ്പ് ചെയ്യപ്പെടും. അതിനെ കംപ്രസ് ചെയ്തിട്ട് ആ സ്പേസിൽ അത് കംപ്രസ് ചെയ്തപ്പെട്ട് പുറത്തേക്ക് അതിനെ എന്ത് ചെയ്യും, ഡിസ്ചാർജ് ചെയ്യിപ്പിക്കും. ആ കറങ്ങി വന്ന് പുറത്തേക്ക് ഡെലിവർ ആകും. അപ്പോൾ ഇത് എന്ത് ചെയ്യും, പ്രഷർ കൂടും. അത്തരത്തിലുള്ള ആക്ഷനാണ് ഇത് നടക്കുന്നത്, ഈ പറയുന്ന റൂട്ട്സ് ബ്ലോവർ ടൈപ്പിൽ നടക്കുന്നത്. 3 ലോബ്ഡ് 2 ലോബ്ഡ് റോട്ടറായിരിക്കും. അപ്പോൾ ഒരെണ്ണം മോട്ടോർ പവർ കൊടുത്ത് കറപ്പിക്കും, നമ്മൾ പവർ കൊടുത്ത് ഒരെണ്ണം ഡ്രൈവ് ചെയ്യിപ്പിക്കും, അത് മറ്റേതിനെ കറക്കും. അപ്പോൾ എയർ കയറും. അപ്പോൾ രണ്ടും കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്, ഇങ്ങനെ മെഷ് ചെയ്ത് കറങ്ങുവാണ്. കണ്ടോ, ഒരെണ്ണം ഇങ്ങനെ കറങ്ങുന്നെങ്കിൽ അടുത്ത് ഇങ്ങനെ കറങ്ങും. അപ്പോൾ ഇതിൽ കറങ്ങുമ്പോൾ ഇതിനിടയിൽ കൂടെ കയറി എൻട്രാപ്പ് ചെയ്തിട്ട് സ്ക്വീസ് ചെയ്ത് പുറത്തേക്ക് വന്നിട്ട് പ്രഷർ നേരത്തെക്കാട്ടിലും കൂടി കിട്ടും. ഭയങ്കര റൈസൊന്നും ഉണ്ടാകത്തില്ല, ഓരോന്നിൻ്റെ കണ്ടീഷൻ അനുസരിച്ചിരിക്കും. നെക്സ്റ്റ് റീസൺ എന്ന് വെച്ചാൽ വെയിൻ ബ്ലോവർ കംപ്രസർ, വെയിൻ ടൈപ്പ്. ഇതെന്ന് വെച്ചാൽ റൊട്ടേറ്റിംഗ് ഡ്രം ഉണ്ട്, കണ്ടോ, ഒരു എക്സെൻട്രിക്കലി റൊട്ടേറ്റ് ചെയ്യാണ്ട് ഇങ്ങനെ കിടന്നത്, കോൺസെൻട്രിക് അല്ല എക്സെൻട്രിക്, അങ്ങനെ കിടന്നു. അപ്പോൾ അതിന് ചുറ്റും നമ്മൾ എന്തുകൊണ്ടുണ്ട്, വെയിൻസ് വെച്ചിട്ടുണ്ട്, കണ്ടോ, കൂർത്തിരിക്കുന്നത്. അപ്പോൾ വെയിൻസ് ഇതിനോരോ സ്ലോട്ടിൽ ഇറക്കി വെച്ച് വെക്കുക. ഇപ്പോൾ എന്ന് വെച്ചാൽ ഇവിടെ സ്പ്രിംഗ് സിസ്റ്റം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വെയിൻസ് ഇങ്ങനെ ആവുന്ന സമയത്ത് എന്താ, ഈ കയറുന്ന എയർ ഇല്ലേ, ഇവിടുന്ന് എയർ എൻട്രാ ചെയ്യുമല്ലോ. അപ്പോൾ ഈ വെയിൻസുമായി ബന്ധപ്പെട്ട് ഇതിന് ഓരോ സ്ലോട്ടിലും കുറേ എയർ എൻട്രാപ്പ്, എയർ പോക്കറ്റ്സ് വരും ഇവിടെ ഈ ഭാഗത്തായിട്ട് വെയിൻസ് വെച്ചേക്കുന്നത്. അപ്പോൾ ഇതിങ്ങനെ തെറിച്ച് മേളിലോട്ട് പോകുമ്പോൾ എന്ത് ചെയ്യും, ഇതിങ്ങോട്ട് പോകുമ്പോൾ ഇവിടുത്തെ ഒരു എയർ പോക്കറ്റ് വരും. ആ എയർ പോക്കറ്റിലോട്ട് ഇവിടുന്ന് വരുന്ന എയർ കയറി അവിടെ ഒക്കുപ്പ് ചെയ്യും. അടുത്ത കറക്കത്ത് വരുമ്പോൾ ഇതിനെ കംപ്രസ് ചെയ്യും. ആ എയർ പോക്കറ്റിരിക്കുന്ന എയർ ഞെരുങ്ങി അമർന്ന് ഇത് കറങ്ങി വരുമ്പോഴത്തേക്കും ഞെരുങ്ങി അമർന്ന് എയറിനെ തെറിപ്പിച്ച് പുറത്തേക്ക് കളയും. അങ്ങനെ ഓരോ റീജിയനിൽ എയർ പോക്കറ്റ് ഇവിടെ ഫോം ചെയ്യുന്നതിലെല്ലാം എയർ എൻട്രാപ്പ് ചെയ്തിട്ട് കറങ്ങി പുറത്തേക്ക് റൊട്ടേറ്റിംഗ് ചെറിയ ഡ്രം പോലുണ്ട്. ആ ടൈപ്പാണ് വെയിൻ ബ്ലോവർ കംപ്രസർ. എന്താണ്, ഒരു എക്സെൻട്രിക്കൽ റൊട്ടേറ്റിംഗ് ചെറിയ ഡ്രം ഉണ്ട്, അതിന് ചുറ്റും ബ്ലേഡ്സ് ഉണ്ട്, അത് സ്പ്രിംഗ് അറ്റാച്ച് ടു ദ കേസിംഗ് ആണ്. അപ്പോൾ അതിനുള്ള സ്മാൾ ഓരോ ഗ്രൂസും ഒരു എയർ പോക്കറ്റായിട്ട് ആക്ട് ചെയ്യും. ഓരോ വട്ടം കറങ്ങി തിരിയുമ്പോൾ ആ എയർ പോക്കറ്റിൻ്റെ സ്പേസിൽ ഈ നമ്മൾ സക്ഷനിൽ കയറുന്ന എയർ എൻട്രപ്പ് ചെയ്തിട്ട് അത് റൊട്ടേഷൻ മോഷൻ അതിൻ്റെ പ്രഷർ റൈസ് ചെയ്യപ്പെടും. അത് നിന്ന് ഡിസ്ചാർജ് എൻഡിലേക്ക് വരുമ്പോഴത്തേക്കിനും കയറിയതിനെക്കാട്ടിലും കൂടുതൽ പ്രഷർ പുറത്തേക്ക് വരും. അതാണ് ഈ വെയിൻ ബ്ലോവർ കംപ്രസർ വരച്ചിരിക്കുന്നത്. വെയിൻസ് ആണ് എല്ലാ അറ്റാച്ച്മെൻറ്റ്സ് ഈ എക്സെൻട്രിക്കലി റോട്ടറുമായിട്ട്. ഇത് രണ്ടും ഒരു മീഡിയം റേഞ്ച്. ഇപ്പോൾ ഹെവി ആയിട്ടുള്ള സാധനങ്ങളാണ് ഈ പറയുന്ന സെൻട്രിഫ്യൂഗലും ആക്സിയലും. ഓക്കെ, ഇതൊക്കെ ഹെവി ഐറ്റംസ് ആണ് ഈ പറയുന്ന സെൻട്രിഫ്യൂഗൽ കംപ്രസർ, ആക്സിയൽ കംപ്രസറൊക്കെ. നല്ല പ്രഷർ കിട്ടും ഇതിൽ നിന്ന്. മറ്റേ അത്ര വരത്തില്ല, പക്ഷേ ഡിസ്ചാർജ് ഭയങ്കരമായിരിക്കും. ഇതൊക്കെ നല്ല ഡിസ്ചാർജാണ് സെൻട്രിഫ്യൂഗൽ ടൈപ്പിനൊക്കെ. അപ്പോൾ സെൻട്രിഫ്യൂഗൽ കംപ്രസറിൻ്റെ നല്ല RPM-ത്തിലാണ് അത് കറങ്ങുന്നത്, നല്ല സ്പീഡിലാണ് അത് കറങ്ങുന്നത്. സെൻട്രിഫ്യൂഗൽ കംപ്രസറിൻ്റെ ബേസിക് പ്രത്യേകത എന്ന് വെച്ചാൽ കണ്ടോ, ഇതിൻ്റെ ഇമ്പലറും ഡിഫ്യൂസറും ഒക്കെ ഉണ്ട്. ഓക്കെ, ഈ സെൻട്രിഫ്യൂഗൽ കംപ്രസറിൻ്റെ സെൻട്രൽ പോർഷനെ പറയാൻ വരാൻ ഐ ഓഫ് ദി ഇമ്പലർ, നമ്മൾ പമ്പിലൊക്കെ പഠിച്ചില്ല, അതുപോലെ കംപ്രസറിന് ഐയാണ്. ഓക്കെ, നമ്മുടെ എയർ എൻ്റർ ചെയ്യുന്ന വെച്ചാൽ പെർപെൻഡിക്കുലർ ടു ഇതാ, കണ്ടോ, ഇത് നമ്മുടെ സെൻട്രിഫ്യൂഗൽ കംപ്രസർ. ഇതിൻ്റെ ഒരു കേസിംഗ് ഉണ്ട്, നമ്മുടെ സെൻട്രിഫ്യൂഗൽ പമ്പ് പോലെ ഇരിക്കുക, കേസിംഗ് ഉണ്ട്. ഇത് ഡിസ്ചാർജ് പോർട്ടാണ്. ഓക്കെ, അപ്പം എയർ എൻ്റർ ചെയ്യുന്ന പെർപെൻഡിക്കുലർ ടു ദ കംപ്രസറിൻ്റെ ആക്സിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, എയർ എൻ്റർ ചെയ്യുന്നത്. നമുക്ക് കഴിഞ്ഞാൽ മതി. ഇതെന്ന് വെച്ചാൽ എയർ എൻ്റർ ചെയ്യുന്ന പാരലായിട്ടാണ്. അപ്പോൾ സെൻട്രിഫ്യൂഗൽ കംപ്രസർ ആദ്യം വരിക. ഫസ്റ്റ് നമ്മൾ കംപ്രസറിൽ എയർ എൻ്റർ ത്രൂ ദ ഐ ഓഫ് ദ ഇമ്പലർ. ഓക്കെ, ഇതിൻ്റെ സെൻട്രൽ പോർഷൻ റൊട്ടേറ്റിംഗ് വീലുണ്ട്, അതിനെ ഇമ്പലർ എന്ന് പറയും. അതിന് ചുറ്റുമുള്ളത് ഇങ്ങനെ ബ്ലേഡ്സുകൾ അറിയുന്നത്, ദാറ്റ് ഈസ് ഡിഫ്യൂസർ. ഫസ്റ്റ് എയർ കയറുന്നത് ഐ ഓഫ് ദി ഇമ്പലറിലാണ്. അതിൽ കൂടെ കയറിയിട്ട് ഇമ്പലറിൽ കൂടെ കറങ്ങി തിരിച്ചിട്ട് നേരെ ഡിഫ്യൂസർ ചെന്നിട്ട് അത് കംപ്രസ് ചെയ്ത് ആ ഡൈനാമിക് ആക്ഷൻ, ആ റൊട്ടേറ്റിംഗ് ആക്ഷൻ മൂലം പ്രഷർ ഇൻക്രീസ് ചെയ്യും. എന്നിട്ട് ഇവിടുന്ന് തെറിച്ച് കണ്ടോ, ഓരോ ഭാഗത്തും തെറിച്ച് പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഈ കേസിങ് വഴി നേരെ വന്ന് ഡിസ്ചാർജ് എൻഡിലേക്ക് പോകും. ഓക്കെ, ഒരു ഇമ്പലറുണ്ട്, ഒരു ഡിഫ്യൂസറുണ്ട്. എന്താണ്, എയർ എൻഡേഴ്സ് ടു ദ ഐ ഓഫ് ദ കംപ്രസർ. ഓക്കെ, കംപ്രസർ അതിലൂടെ എൻ്റർ ചെയ്തിട്ട് കറങ്ങി റൊട്ടേറ്റിംഗ് ആക്ഷൻ ഇമ്പാർട്ട് ചെയ്തിട്ട് അതിന് എന്തോ കൂടും,
പ്രഷർ കൂടിയിട്ട് പുറത്തേക്ക് ഡിസ്ചാർജ് ചെയ്യും. ദാറ്റ് ഈസ് എ വർക്കിംഗ് ഓഫ് സെൻട്രിഫ്യൂഗൽ കംപ്രസർ. ലാസ്റ്റ് ഈസ് എ ആക്സിയൽ ഫ്ലോ കംപ്രസർ. ആക്സിയൽ ഫ്ലോ കംപ്രസർ മനസ്സിലായി പടം കാണുന്നത് അറിയാം. ഇതൊരു ഫിക്സ്ഡ് എലമെൻറ്റാണ്, കണ്ടോ, ഇതൊരു കേസിങ്, ഇതിൽ ബ്ലേഡ് ഇങ്ങനെ ഫിക്സ് ചെയ്തിട്ടുണ്ട്. ദിസ് ഈസ് എ റൊട്ടേറ്റിംഗ് എലമെൻറ്റ്, കണ്ടോ, ഈ ഒരു കണ്ടോ, ദിസ് ഈസ് എ റൊട്ടേറ്റിംഗ് എലമെൻ്റ് ആണ്, ഈ കൂർത്തിരിക്കുന്ന സാധനം റൊട്ടേറ്റിംഗ് എലമെൻറ്റ്. ഓക്കെ, അപ്പോൾ റൊട്ടേറ്റിംഗ് എലമെൻറ്റ് ആണ് ഇത്. അപ്പോൾ റൊട്ടേറ്റിംഗ് എലമെൻറ്റ് ടോപ്പിൽ ബ്ലേഡ്സ് ഉണ്ട്, കേസിങ്ങിൻ്റെ അകത്തും ബ്ലേഡ്സ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ എൻഗേജ് ചെയ്തിരിക്കുന്നുണ്ടോ, ഈ രീതിയിലുള്ള എൻഗേജ്മെൻറ്റാണ് ഇത്. കേസിങ്ങിലുള്ള സ്റ്റാർട്ടർ എന്ന് പറയും, സ്റ്റാർട്ടർ ബ്ലേഡ്സ്. ഇത് റൊട്ടേറ്റിംഗ് എലമെൻറ്റിലുള്ള ബ്ലേഡ്സ്. അപ്പോൾ രണ്ടും കൂടി ഇങ്ങനെ ഇരിക്കും. അപ്പോൾ ഇതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുമല്ലേ, അപ്പോൾ എയർ ഈ രണ്ട് സ്പേസിൽ എൻട്രാപ്പ് ചെയ്തിട്ട് പ്രഷർ റൈസ് ചെയ്തിട്ട് പുറത്തേക്ക് ഡിസ്ചാർജ് ആവും. അങ്ങനെയാണ് ബേസിക്കലി വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത് റൊട്ടേറ്റിംഗ് ഡ്രം എന്ന് പറയുന്നതിന്. ഓക്കെ, റൊട്ടേറ്റിംഗ് ബ്ലേഡ്സ് അറ്റാച്ച് ചെയ്യുന്ന റൊട്ടേറ്റിംഗ് ഡ്രം. ഇത് ഫിക്സ്ഡ് പ്ലേസ് അറ്റാച്ച് ചെയ്യുന്ന ഇതിനെ സ്റ്റാർട്ടർ എന്ന് പറയും, ഇതിനെ റോട്ടർ എന്ന് പറയും. അപ്പോൾ എയർ കണ്ടോ ആക്ച്വലി വന്നിട്ട് കയറുമോ, ഇതിലേക്ക് കയറുന്നുണ്ട് ചെയ്യും. ഓരോ സക്സസീവ് സ്റ്റേജ്, ഒരു ഫിക്സ്ഡ് ബ്ലേഡ്, ഒരു മൂവിംഗ് ബ്ലേഡ്, വീണ്ടും ഒരു ഫിക്സ്ഡ് ബ്ലേഡ്, ഒരു മൂവിംഗ് ബ്ലേഡ്, വീണ്ടും ഒരു ഫിക്സ്ഡ് ബ്ലേഡ്, മൂവിംഗ് ബ്ലേഡ്, അങ്ങനെ ഓരോ സ്റ്റേജ് ആയിട്ട് വന്നിട്ട് എന്ത് ചെയ്യുമ്പം പുറത്തേക്ക് എത്തുമ്പോൾ ഇതിൻ്റെ പ്രഷർ എന്ത് ചെയ്യും, മുൻപത്തെക്കാട്ടിലും കൂടി പുറത്തേക്ക് കിട്ടും. ദാറ്റ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് ആക്സിയൽ ഫ്ലോ കംപ്രസർ. എയർ ഫ്ലോസ് ആക്ച്വലി ടു ദ കംപ്രസർ. ഓക്കെ, അപ്പോൾ ഓരോ സെക്ഷൻ ഓരോ സ്റ്റാർട്ടർ റോട്ടർ ബ്ലേഡ് കയറുമ്പോഴത്തേക്കിനും അതിൻ്റെ പ്രഷർ സക്സസീവ് സ്റ്റേജിൽ റൈസ് ചെയ്ത് വരും. പുറത്തെത്തുമ്പോഴത്തേക്കിനും ഉള്ളിൽ കയറിയതിനെക്കാട്ടിൽ ആ പ്രഷറിൽ ഡിസ്ചാർജ് ആവും. ദാറ്റ് ഈസ് എ കൺസെപ്റ്റ് ഓഫ് ആക്സിയൽ ഫ്ലോ കംപ്രസർ. ഇപ്പോൾ ഒരു സ്റ്റാർട്ടറുണ്ട്, റോട്ടറുണ്ട്, അതിൻ്റെ സർഫസിൽ ഫിക്സ്ഡ് ബ്ലേഡ്സും മൂവിംഗ് ബ്ലേഡ്സും ആൾട്ടർനേറ്റീവ്ലി അറ്റാച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഈ 4 കംപ്രസറും ബേസിക്കലി ഇതിൻ്റെ വർക്കിംഗ് ഉൾപ്പെടെ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയേക്കുക. ഓക്കെ, അപ്പം റെസിപ്രോക്കൽ കംപ്രസർ നമ്മൾ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ട് കാര്യങ്ങളൊക്കെ പഠിക്കാനുള്ള ഇക്വേഷൻസും ഇതിലും ഉണ്ട്, പക്ഷേ അത്ര ഇൻഡെപ്തായിട്ടൊന്നും ഇല്ല. പിന്നെ ബിടെക് സിലബസിലൊക്കെ ഇതിൻ്റെ ഡിഗ്രി ഓഫ് റിയാക്ഷൻ മറ്റു കാര്യങ്ങളൊക്കെ പഠിക്കാനുണ്ട്. വെലോസിറ്റി ട്രയാങ്കിളൊക്കെ കുറച്ച് പ്രോബ്ലംസ് ഒക്കെ ബിടെക് സിലബസിൽ ഉള്ളതാണ്. നമ്മുടെ തെർമൽ എഞ്ചിനീയറിംഗ് അകത്തൊക്കെ ഇതിൻ്റെ വെലോസിറ്റി ട്രയാങ്കിളും മറ്റു കാര്യങ്ങൾ ഇതിൻ്റെ ഒന്നും ഇതൊക്കെ ജസ്റ്റ് വർക്കിങ്ങേ ഉള്ളൂ. ഈ റൂട്ട്സ് ബ്ലോവറും ഈ വെയിൻ ടൈപ്പ് കംപ്രസറും ഒക്കെ. അപ്പോൾ ഇതിൻ്റെ ഒരു ജനറലൈസ്ഡ് ഫീച്ചേഴ്സ് ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കും എന്താണെന്നുള്ളത്. ഓക്കെ, ഇത്രയാണ് നമ്മുടെ റോട്ടറി എയർ കംപ്രസറിൻ്റെ പ്രത്യേകത. അപ്പോൾ റോട്ടറി എയർ കംപ്രസർ പ്രത്യേകം മനസ്സിലാക്കിയപ്പോൾ ഡിസ്ചാർജ് കൂടുതലായിരിക്കും റോട്ടറി എയർ കംപ്രസറിന്, പക്ഷേ ആ ഒരു റിക്വയർഡ് പ്രഷർ കുറവായിരിക്കും. പക്ഷേ റെസിപ്രോക്കലിൻ്റെ ആണെങ്കിൽ ഡിസ്ചാർജ് കുറവും പ്രഷർ കൂടുതലും ആയിരിക്കും. അപ്പോൾ ഇത്ര ആയപ്പോഴത്തേന് നമ്മുടെ റോട്ടറി എയർ കംപ്രസർ കഴിഞ്ഞ്, അതുപോലെ തന്നെ റെസിപ്രോ എയർ കംപ്രസറും കഴിഞ്ഞ് നമ്മുടെ കംപ്രസർ എന്ന് പറയുന്ന ടോപ്പിക്ക് അപ്രോക്സിമേറ്റ്ലി നമുക്ക് കംപ്ലീറ്റ് ആയി. ഇനി ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചും കൂടി എക്സ്ട്രാ കാര്യങ്ങളൊക്കെ അന്നേരം ചെയ്യിപ്പിക്കാം. നമ്മുടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂ ഇത്രയും കാലം മനസ്സിലാക്കുക. പിന്നെ കുറച്ച് ബുക്സൊക്കെ വായിച്ച് കുറച്ചും കൂടിയൊക്കെ ഒന്ന് കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്ത് വെച്ചേക്കും. ഓക്കെ, ഒരു പരന്ന വായന ഈ കാര്യങ്ങളിലൊക്കെ കണ്ടിന്യൂസ് എക്സാം പോയിന്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ അങ്ങനെ ഒരു കണ്ടിന്യൂസ് റീഡിങ്സ്, നല്ല ബുക്സൊക്കെ വായിച്ചിട്ടുള്ള ഒരു അറിവ് വേണം. മീൻസ് ഇതിൽ നിന്ന് മാത്രം കിട്ടിക്കൊണ്ടിരിക്കാതെ. ഓക്കെ, അപ്പോൾ കുറച്ചും കൂടിയൊക്കെ ഒരു ഇത് കിട്ടും, പവർ കിട്ടും കാര്യങ്ങളൊക്കെ സോൾവ് ചെയ്യാനും ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ടൊക്കെ ഉള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുക. ഫിഗറൊക്കെ വരച്ച് പഠിക്കുന്നല്ല പരിചയം. അത് PSC MCക്കൊന്നും ഫിഗർ വരച്ചൊന്നും ചോദിക്കത്തൊന്നുമില്ല. പക്ഷേ അതൊക്കെ ഒന്നും ഒരു അടിത്തറയാണ്. ഫിഗറൊക്കെ വരച്ചതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ സാധനം നമ്മുടെ മനസ്സിൽ പതിഞ്ഞ് മനസ്സിലാവുന്നുണ്ടോ. അപ്പോൾ നമ്മുടെ MCQ ബുക്കിലൊന്നും ഒബ്ജക്റ്റീവ് ബുക്കിലൊന്നും എല്ലാവരും ഫിഗറൊന്നും കാണണമെന്നില്ല. കാരണം ടെക്സ്റ്റ് ബുക്കിലൊക്കെ എല്ലാ ഫിഗറുകളൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതൊക്കെ വായിച്ച് ഇത്തരം കാര്യങ്ങളൊക്കെ പഠിച്ച് ഒന്നൊരു അടിസ്ഥാനമായി കഴിഞ്ഞാൽ എല്ലാ പരീക്ഷയിലേക്കൊക്കെ നല്ല മാർക്കൊക്കെ സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇത്രയും കാര്യങ്ങളൊന്നും പഠിച്ചേക്കുക. കംപ്രസർ 2 ടൈപ്പ് കംപ്രസറും ഇതിൻ്റെ ഫുൾ ക്ലാസിഫിക്കേഷനും അതിൻ്റെ ബാക്കി കാര്യങ്ങളെല്ലാം. അപ്പം ഒരു റോട്ടറി എയർ കംപ്രസർ ഓരോ ഔട്ട്ലൈൻ ഇതാണ്. ഇത്രയും കാര്യങ്ങൾ ബേസിക് ആയിട്ടുള്ള ഈ 4 കംപ്രസറാണ് നമുക്ക് ബേസിക്കലി നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ സെപ്പറേറ്റ് ആയിട്ട് ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. ഓരോന്നിൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടും ഏതൊക്കെ രീതിയിലാണ് വ്യത്യാസപ്പെട്ടിരിക്കുന്നത്. ആക്ച്വൽ ഫ്ലോ കംപ്രസർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിന് ബ്ലേഡ്സിൻ്റെ സ്റ്റാർട്ടർ റോട്ടർ അറിഞ്ഞ് ഇതിന് മാത്രമേ ഉള്ളൂ. ഇതിലൊക്കെ ഉള്ളതെന്ന് വെച്ചാൽ ഡിഫ്യൂസറിൻ്റെ ഷേപ്പൊക്കെയാണ്. ഓക്കെ, അപ്പോൾ ഇതിലെ ബ്ലേഡ്സൊക്കെ എയറോഫോയിൽ ഷേപ്പ് ബ്ലേഡ്സാണ് നമ്മൾ ഇതിലൊക്കെ അറ്റാച്ച് ചെയ്തേക്കുന്നത്. ഈ നമ്മുടെ ആക്ച്വൽ ഫ്ലോ കംപ്രസറിലൊക്കെ എയറോഫോയിൽ ഷേപ്പ് അങ്ങനെ ബ്ലേഡ്സ് അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൽ. അപ്പോൾ ഒരു ജനറൽ ഔട്ട്ലൈൻ എക്സാം പോയിന്റ് ഓഫ് വ്യൂ ഇത്രയും കാര്യങ്ങൾ ആവശ്യമാണ്. അപ്പോൾ ഇത്രയായപ്പോഴത്തേക്ക് നമ്മുടെ കംപ്രസർ പറഞ്ഞ ടോപ്പിക്ക് നമ്മൾ ഫിനിഷ് ചെയ്തിരിക്കുന്നു. ഇനി നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്കാണ് ഉള്ളത്. അപ്പോൾ ഓരോരോ സെക്ഷനായിട്ട് നമുക്ക് ഫിനിഷ് ചെയ്ത് പോകാം. ഓക്കെ.